ഹലോ ഗൈസ്, സെൻസ്പയർ ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ +1 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ പ്രീവിയസ് ഇയർ പാറ്റേൺ അല്ലെങ്കിൽ സെയിം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സാം അത്യാവശ്യം എന്തായിരുന്നു, ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A+ നേടാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്ത് മക്കളെ, നിങ്ങളെ പ്രിപ്പറേഷൻ ലെവൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുറയ്ക്കരുത് അല്ലേ. ഒന്നുകൂടി അഗ്രസീവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേ പേപ്പർ തന്നെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് എക്സാമ്പിൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാം വരാം. പക്ഷെ മോഡൽ എക്സാം വളരെ ഒരു സിമ്പിൾ പേപ്പർ ആയിരുന്നു അല്ലേ. നമ്മൾ അതായത് പ്രീവിയസ് ഇയർ പാറ്റേണിലൂടെ കടന്നു പോയാൽ അല്ലെ, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ച മക്കൾക്ക് എന്താണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ടഫ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ത് ചെയ്തത് ഈ വർഷം മോഡൽ എക്സാമിന് +1 ചോദിച്ചു. റെഡി അല്ലേ? മക്കളെ ഡിസ്കഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 0.0024500 അല്ലെ. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ലെ, ഫസ്റ്റത്തെ ടോപ്പിക് എന്താ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ലെ, എന്താ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. റെഡി അല്ലേ? അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ഉണ്ടാവണം അല്ലെ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ഉണ്ടാവണം. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് NCERT ഒരുപാട് റൂൾസ് കൊടുത്തിട്ടില്ലേ, ഏതൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഏതൊക്കെയാണ് സിഗ്നിഫിക്കന്റ് അല്ലാത്തത് അല്ലെ. അപ്പൊ നമ്മൾ അത്രയും പോയിന്റ്സ് ഓർക്കേണ്ട, അതായത് നമ്മൾ പറയുന്ന 2 കണ്ടീഷൻസ് അല്ലാത്ത എല്ലാതും എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മക്കളെ എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നോട്ട് സിഗ്നിഫിക്കന്റ്, എന്താടാ നോട്ട് സിഗ്നിഫിക്കന്റ് ഏതൊക്കെയാണെന്നാണ്. റെഡി അല്ലേ? അതായത് നമ്മൾ പരിഗണിക്കേണ്ടാത്തത് നോട്ട് സിഗ്നിഫിക്കന്റ് അത് ഏതൊക്കെയാണ്. റെഡി അല്ലേ? അതായത് 0 അല്ലാത്ത ഏതൊരു നമ്പർ എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ വരിക എന്താണ്, ഏതൊക്കെ 0 ആണ് സിഗ്നിഫിക്കന്റ്, ഏതൊക്കെ 0 ആണ് നോൺ സിഗ്നിഫിക്കന്റ്. റെഡി അല്ലേ? ഒന്ന് നോക്കിക്കോ, സിഗ്നിഫിക്കന്റ് അല്ല നോട്ട് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് ഇത് മക്കളെ, ട്രെയിലിംഗ് സീറോസ്. എന്താടാ, ട്രെയിലിംഗ് സീറോസ്. റെഡി അല്ലേ? എന്താ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞ മക്കളെ, അതായത് ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ല. എന്താടാ, ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാത്തൊരു നമ്പറിൽ ലാസ്റ്റ് വരുന്ന റിപ്പീറ്റഡ് നമ്പർ ഓഫ് സീറോസിന് എന്തെന്ന് പറയാം മക്കളെ, ട്രെയിലിംഗ് സീറോസ് എന്ന് പറയും. എന്താടാ, ട്രെയിലിംഗ് സീറോസ്. റെഡി അല്ലേ? എന്താ സാറേ ട്രെയിലിംഗ് സീറോസ് നോക്കാം, നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. 7250000. റെഡി അല്ലേ? നോക്കിയടാ, ഇതിൽ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് ഒന്ന് നോക്കിയേ. ഈ സീറോസ് ഇല്ലേ, അതായത് ഡെസിമൽ പ്ലേസ് ഒന്നും ഇല്ലാതെ അവസാനം വരുന്ന റിപ്പീറ്റഡ് സീറോസ് എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. എന്തല്ലടാ, സിഗ്നിഫിക്കന്റ് അല്ല. ഓൺലി ദീസ് നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കന്റ്. ദാറ്റ് ഈസ്, ഇവിടെ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള മക്കളെ, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. റെഡി അല്ലേ? അപ്പൊ നോക്കിയടാ, നോട്ട് സിഗ്നിഫിക്കന്റ് ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലായല്ലോ. ഏതാ നോട്ട് സിഗ്നിഫിക്കന്റ്, ട്രെയിലിംഗ് സീറോസ്. ഇനി സിഗ്നിഫിക്കന്റ് അല്ലാത്ത അടുത്ത സീറോസ് ഏതാന്ന് വെച്ചാല് ഫോർ നമ്പർ എന്താടാ, ഫോർ നമ്പർ ലെസ് ദാൻ 1. എന്താണ് ഫോർ നമ്പർ ലെസ് than 1. ഇനീഷ്യൽ സീറോസ്. എന്താടാ, ഫോർ നമ്പർ ലെസ് ദാൻ 1 ഇനീഷ്യൽ സീറോസ് ആർ ഓൾസോ നോട്ട് സിഗ്നിഫിക്കന്റ്. എന്താണ്, ഇനീഷ്യൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. റെഡി അല്ലേ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നോക്കാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നോക്കിയേ, എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ ക്ലിയർ ആവും. റെഡി അല്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിത്തരാം. നോക്കിയേ, 0.00627. എന്താടാ, 0.00627. നോക്കിയടാ മക്കളെ, ഇതെന്താ നമ്പർ ലെസ് ദാൻ 1 അല്ലേ. അപ്പൊ നോക്കിയേ, ഇനീഷ്യൽ സീറോസ്, ഈ 0 എന്തായാലും സിഗ്നിഫിക്കന്റ് അല്ല. ഇനീഷ്യൽ സീറോസ് എന്ന് പറഞ്ഞതല്ലേ മക്കളെ. അപ്പൊ എന്താണ്, ടോട്ടലി ഈ 2 സീറോസ് എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. സിഗ്നിഫിക്കന്റ് ആയ നമ്പേഴ്സ് എത്ര ഉള്ളു മക്കളെ, എത്ര ഉള്ളൂ, 3 എണ്ണം ഉള്ളു. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? 2-3 എക്സാമ്പിൾ കൂടെ പറയട്ടെ, ഈ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ആവില്ലേ? റെഡി അല്ലേ? നോക്കിയേ, ഒരു നമ്പർ നോക്കിയടാ, 62015 നോക്കിയടാ. ഇതിലത്തെ 0 നമ്മൾ പറഞ്ഞ ഏതൊരു കണ്ടീഷനാണോ? അല്ല, നമ്മൾ പറഞ്ഞൊരു കണ്ടീഷനിൽ വരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 6 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ. എത്ര നമ്പർ ഉണ്ടാ, 6 നമ്പർ. വേറെ നമ്പർ നോക്കിയേ 75600. നോക്കിയേ, ഇതിൽ എത്ര നമ്പർ ഉണ്ട്? ഇതെന്താ, ട്രെയിലിംഗ് സീറോസ് ആണ്, സിഗ്നിഫിക്കന്റ് അല്ല സാറേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോ, 0.01290. നോക്കിയടാ, ഈ 0നെ കൂട്ടണം, ബിക്കോസ് അതെന്താണ്, ലാസ്റ്റ് വരുന്ന 0 ആണ്.
നോക്കിയേ ഇവിടെയുള്ള 1 to 9 കൂട്ടണം, അതും സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഈ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് മക്കളെ? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. റെഡി അല്ലേ? ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് വരാം അല്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നോക്കിയടാ, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.002450 അല്ലെ. നമുക്ക് മനസ്സിലായി ഈ കണ്ടീഷനിൽ ഏത് സീറോ ആണ് നമ്മൾ പരിഗണിക്കേണ്ടാത്തത് അല്ലെ? ഇനീഷ്യൽ 3 സീറോസിനെ പരിഗണിക്കേണ്ട. ബാക്കി എത്ര ഉണ്ട്? 1 2 3 4 5 അല്ലെ. അപ്പൊ നോക്കി നമ്മൾ മനസ്സിലായി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 5. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? നോക്കി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ സിമ്പിളായി പഠിച്ചാൽ മക്കളെ എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് SD ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് u²/2a. എന്താടാ? SD ഈസ് ഈക്വൽ ടു u²/2a അല്ലേ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ആണ് നമുക്ക് എങ്ങനെയും പറയുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് ആ കണ്ടീഷൻ ഇവിടെ പറയണല്ലേ? അറ്റ് കോൺസ്റ്റന്റ് എ അല്ലേ? കോൺസ്റ്റന്റ് എ ആണെങ്കിൽ നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി. റെഡി അല്ലേ? നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ പോരെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ മക്കളെ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. റെഡി അല്ലേ? ഇനി നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഓഫ് മാസ് m ഈസ് v0. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് ഓഫ് മാസ് 2m ഇൻ ദി സെയിം ഓർബിറ്റ്? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നോക്കിയടാ, ആദ്യത്തെ മാസ് എത്രയടാ? ആദ്യത്തെ മാസ് m ആണ്. രണ്ടാമത്തെ മാസം എന്താ? ശ്രദ്ധിച്ചടാ, രണ്ടാമത്തെ മാസ് 2m ആണ് അല്ലേ? ആദ്യത്തെ മാസം m ആണ്, രണ്ടാമത്തെ മാസം 2m ആണ്. ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? ശരിയല്ലേ? നോക്കിയേ, റെഡി അല്ലേടാ? നോക്കിയേ, ഓർബിറ്റൽ വെലോസിറ്റി, ഒന്നാമത്തെ കാര്യം പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താടാ? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് അല്ലേ? എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലടാ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോക്കിയേ, ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കാരണം നോക്കിയേ, മാസ് m ആണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി v0 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 2m ആയാലും ഓർബിറ്റൽ വെലോസിറ്റിക്ക് മാറ്റില്ല മക്കളെ. അതെന്തായി തന്നെ നിൽക്കും? v0 ആയിട്ട് തന്നെ നിൽക്കും. ആൻസർ എന്താണ്? v0 തന്നെയാണ്. റെഡി അല്ലേ മക്കളെ? അപ്പൊ ആദ്യം 3 ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഇല്ലല്ലോ? റെഡി അല്ലേ? ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? The substance that can be stretched to a large strain അല്ലേ? എന്താണ്? that can be stretched to a large strain produce ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്? ഡൗട്ട് ഒന്നും ഇല്ല, സിമ്പിൾ ആണ്. അതെന്താണ്? ഇലാസ്റ്റോമേഴ്സ്. എന്താ? ഇലാസ്റ്റോമേഴ്സ്. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അത് എന്താണ്? ഇലാസ്റ്റോമേഴ്സ്. റെഡി അല്ലേ? അപ്പോൾ ഇലാസ്റ്റോമേഴ്സിന്റെ ഗ്രാഫ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിയടാ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The equation of continuity deals with the law of conservation അല്ലേ? എന്താണ് equation of continuity? എന്താടാ? AV is a constant അല്ലേ? എന്താടാ? AV is a constant. എന്താടാ AV is a constant എന്ന് പറഞ്ഞാല്? നോക്കിയേ, that is area അല്ലേ? ഏരിയ ഇൻറ്റു വെലോസിറ്റി is a constant. ഏരിയ കൂടിയാൽ എന്താണ്? വെലോസിറ്റി കുറയും അല്ലേ? ഏരിയ കുറഞ്ഞ കണ്ടീഷനിലാണ് എന്ത് ചെയ്യുക? വെലോസിറ്റി കൂടുക. റെഡി അല്ലേ? അത് എന്തിന്റെ that is equation of continuity deals with law of conservation. അതായത് ആൻസർ ഇതാണ് മക്കളെ? അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ്. നമ്മളിവിടെ എഴുതിയുള്ളത് എന്താണ് മക്കളെ? നമ്മളിവിടെ എഴുതിയുള്ളത് ഇതാണെന്ത്? ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെ? ഇതാണെന്ത്? ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെ? ഇതാണെന്ത്? ലോ ഓഫ് കണ്ടിന്യൂറ്റി. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ? എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. റെഡി അല്ലേ മക്കളെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നോക്കി 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നോ മീഡിയം ഈസ് റിക്വയർഡ് അല്ലെ? നമ്മൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ച് പറഞ്ഞില്ലേ? കൺവെക്ഷൻ ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട് അല്ലെ? എന്താണ്? കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്? റേഡിയേഷൻ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം, റേഡിയേഷൻ എന്തിന്റെ ആവശ്യമില്ല മക്കളെ? മീഡിയത്തിന്റെ അതായത് റേഡിയേഷൻ എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ആൻസർ എന്തായി? ബി ആയി അല്ലെ? 7th ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. എത്രയോ പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് മക്കളെ? എന്താ? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ആവറേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. എന്താടാ? അബ്സല്യൂട്ട്. എന്താ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? എന്താടാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പോലെ? എന്താ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മീൻസ് ടെമ്പറേച്ചർ എക്സ്പ്രസ്ഡ് ഇൻ ഏത് യൂണിറ്റിലാണ് മക്കളെ? കെൽവിനിൽ. ഏത് യൂണിറ്റിലാണ്? കെൽവിൻ. ഓക്കെ, റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അങ്ങനെ നമുക്ക് എന്തെഴുതാം?
എഴുതാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. എന്താടാ? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ടല്ലേ വന്നുള്ളത്. അപ്പൊ മക്കളെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 7 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? നോക്കിടാ, എന്താ ക്വസ്റ്റ്യൻ വായിച്ചു വെക്കാം. നോക്കിയേ, ശ്രദ്ധിച്ചേ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പ്ലെയർ ത്രോസ് എ ബോൾ അപ്വേർഡ് വിത്ത് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 29.4 മീറ്റർ പെർ സെക്കൻഡ്. അല്ലെ, ഒരു ഇനീഷ്യൽ സ്പീഡിന്റെ വാല്യൂ ഒന്നുണ്ടല്ലേ, 29.4 മീറ്റർ പെർ സെക്കൻഡ്. റെഡി അല്ലേ? നോക്കിയേ, വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂറിംഗ് ദ അപ്വേർഡ് മോഷൻ. അല്ലെ, ഒരു വാല്യൂ തന്നിട്ടില്ലേ. പക്ഷെ നോക്കിടാ, ഒരു ക്വസ്റ്റ്യനിൽ വാല്യൂ കണ്ട എല്ലാ വാല്യൂവും ആ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യണമെന്നുണ്ട് മക്കളെ. ചിലപ്പോൾ ട്രിക്കി ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക മക്കളെ, അതായത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചില വാല്യൂസ് തരിക. നോക്കിയേ, ശ്രദ്ധിച്ചേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂറിംഗ് ദ അപ്വേർഡ് മോഷൻ ഓഫ് എ ബോൾ. ശ്രദ്ധിച്ച മക്കളെ, നോക്കിയേ ഈ കണ്ടീഷൻ നോക്കിയേ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ബോൾ ഉണ്ട് അല്ലെ. ബോൾ എന്താണ്? അപ്വേർഡ് പ്രൊജക്റ്റഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u അല്ലെ. എന്താണ് ഇവിടെ സംഭവിക്കുക? അപ്പൊ എന്താണ്? ഈ ബോൾ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി നോക്കിയേ, ഇവിടെ എന്തുണ്ട്? ഒരു മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് അല്ലെ. എന്താണ്? മാക്സിമം ഹൈറ്റ്. റെഡി അല്ലേ? ഈ മാക്സിമം ഹൈറ്റിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യും? ഈ ബോൾ എന്ത് ചെയ്യും? തിരിച്ച് ഏത് പോയിന്റാണ് പ്രൊജക്ട് ചെയ്തത് ആ പോയിന്റിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും. റെഡി അല്ലേ? അപ്പൊ നോക്കിയേ, മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിലോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് ദ സ്പീഡ് ഗോസ് ഓൺ ഡിക്രീസസ്. അല്ലെ, സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസസ്. എങ്ങനെ? മുകളിലോട്ട് പോകുമ്പോൾ. അറ്റ് മാക്സിമം ഹൈറ്റ് എന്താ സംഭവിക്കും മക്കളെ? മാക്സിമം ഹൈറ്റിൽ എന്ത് ചെയ്യും? സ്പീഡ് 0 അല്ലെ. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ അല്ലെ, ഇത് എപ്പോഴാ സ്പീഡ് ഡിക്രീസ് ചെയ്യപ്പോഴാ? ദാറ്റ് ഈസ് ഡ്യൂറിങ് ദി അപ്വേർഡ് മോഷൻ. എപ്പോഴാണ് മക്കളെ? അപ്വേർഡ് മോഷൻ. റെഡി അല്ലേ? ഡൗൺവേർഡ് മോഷനിൽ എന്താ? സ്പീഡ് കൂടി വരും. എന്നിട്ട് എന്താ? ഇവിടെ എത്തുമ്പോൾ റിട്ടേൺ മോഷനിൽ ഏതൊരു സ്പീഡിലാണോ പ്രൊജക്ട് ചെയ്തത് അതേ സെയിം സ്പീഡ് എന്ത് ചെയ്യും? അറ്റൈൻ ചെയ്യും. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഇനീഷ്യൽ വെലോസിറ്റി പോയിന്റിംഗ് ടുവേർഡ്സ് അപ്വേർഡ് ബട്ട് ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? a is equal to minus c. അല്ലേ, നമ്മൾ പഠിച്ചതാണ് എന്താ? a is equal to minus c. അങ്ങനെയാണെങ്കിൽ നോക്കി മക്കളെ, ആക്സിലറേഷന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഇല്ല. ഇത് എന്തിന്റെ ഒരു കണ്ടീഷനാണ്? ദിസ് ഈസ് എ കണ്ടീഷൻ ഓഫ് യൂണിഫോം ആക്സിലറേഷൻ. ഇത് എന്തിന്റെ കണ്ടീഷനാണ് മക്കളെ? യൂണിഫോം ആക്സിലറേഷന്റെ ഒരു കണ്ടീഷനാണ്. റെഡി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അതായത് അപ്വേർഡ് പ്രൊജക്ഷനെ കുറിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂറിംഗ് ദ അപ്വേർഡ് മോഷൻ. എന്താ? ആക്സിലറേഷൻ ഡയറക്ഷൻ എപ്പോഴും കിട്ടാം മക്കളെ? വെർട്ടിക്കലി ഡൗൺവേർഡ്. എന്താടാ? ഫസ്റ്റത്തെ ആൻസർ എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് അല്ലെ. എപ്പോഴും എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്. കാരണം എന്താ? അതായത് ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്. നോക്കിയേ, റെഡി അല്ലേ? നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. അല്ലെ, ഹയസ്റ്റ് പോയിന്റാണ് എന്ത് മക്കളെ പറഞ്ഞത്? ഇവിടെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞത് അല്ലെ. എന്താണ് മാക്സിമം ഹൈറ്റില്? വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ എന്താ മക്കളെ? -g ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നോക്കണേ, ശ്രദ്ധിച്ചോണേ. നോക്കിയേ, ദാറ്റ് ഈസ് വെക്ടർ a and vector b are the two vectors of different magnitude. Can a plus b is equal to a minus b? അങ്ങനെ ആവാൻ പറ്റും മക്കളെ? നോക്കിയേ, ശ്രദ്ധിച്ചേ. എന്താണ് a plus b a minus b? ശ്രദ്ധിച്ചേ. ദാറ്റ് ഈസ് വെക്ടർ a പ്ലസ് വെക്ടർ b നെ നമ്മൾ എങ്ങനെ മാഗ്നിറ്റ്യൂഡ് എഴുതുക? പറഞ്ഞേ, ശ്രദ്ധിച്ചേ. ഒന്നുകൂടി പറഞ്ഞേ. നോക്കിയേ, a² പ്ലസ് b² പ്ലസ് 2ab cos theta. എന്താടാ? 2ab cos theta. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ വെക്ടർ a മൈനസ് വെക്ടർ b എന്താടാ? വെക്ടർ a മൈനസ് വെക്ടർ b എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഏറെക്കുറെ സെയിം ആണ്. പക്ഷെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാറിയില്ലേ? സൈൻ മാറിയില്ലേ? നോക്കിയേ, -2ab cos theta. എന്താടാ? -2ab cos theta. ഒരിക്കലും a പ്ലസ് ബി എന്ന് പറയുന്നതും a മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തല്ല? സെയിം അല്ല. എന്തല്ല മക്കളെ? സെയിം അല്ല. റെഡി അല്ലേ? അപ്പൊ നോക്കിയേ, വാട്ട് ഇഫ് a and b are the two vectors, can a plus b is equal to a plus b is equal to a minus b? അല്ല, ഒരിക്കലും എന്തല്ല? they are not equal. a plus b is not equal to എന്ത്? a minus b. റെഡി അല്ലേ? രണ്ടാമത്തെ what are the two properties of a null vector? ഇനി എന്താണ് null vector എന്ന് പറഞ്ഞാൽ? a vector with zero magnitude and arbitrary direction. അല്ലെ, എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഇല്ല, ഒരു ആർബിട്രറി ഡിറക്ഷൻ ഉള്ള ഒരു വാല്യൂ അല്ലെ. ആ വാല്യൂ വരുന്ന ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആണ് എന്ത്? നൾ വെക്ടേഴ്സ്. ഇനി നമ്മളോട് ചോദിച്ചുള്ളത് നൾ വെക്ടേഴ്സിന്റെ 2 പ്രോപ്പർട്ടി ആണ് അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട്. എന്താ? ഒന്ന് അതായത് വെക്ടർ a പ്ലസ് നൾ വെക്ടർ
ഗീവ്സ് ദ സെയിം വെക്ടർ. നെക്സ്റ്റ് എന്താ, ഒരു വെക്ടർ അതിന്റെ നെഗറ്റീവ് വെക്ടറുമായിട്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നൾ വെക്ടർ കിട്ടും. ഇനി ഒരു അഡീഷണൽ ഒരു പ്രോപ്പർട്ടി കൂടി പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചോ, നോക്കിക്കോ. അതായത് വെക്ടർ എ എന്താണ്, വെക്ടർ എ ഇൻറ്റു നൾ വെക്ടർ ഗീവ്സ് നൾ വെക്ടർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 പ്രോപ്പർട്ടീസും കൂടെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സിമ്പിൾ റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡിയല്ലേ? ഇനി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എന്താ ഇവിടെ പറഞ്ഞുള്ളത്? വർക്ക് ഡൺ ഇൻ ദ മോഷൻ ഓഫ് എ ബോഡി ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0 ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ നേച്ചർ. സേ ട്രൂ ഓർ ഫോൾസ്, ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. അല്ലേ, നമ്മളോട് ട്രൂ ആണോ ഫോൾസ് ആണോ ചോദിച്ചില്ല അല്ലേ? ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താ മക്കളെ കൺസർവേറ്റീവ് ഫോഴ്സ്? എപ്പോഴും നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അതായത് ദാറ്റ് ഈസ് നമ്മൾ വർക്ക് ഡൺ വെച്ചിട്ടാണ് ഇത് കമ്പയർ ചെയ്യുക അല്ലേ. വർക്ക് ഡൺ ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. അല്ലേ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ വർക്ക് ഡൺ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ മക്കളെ? ശ്രദ്ധിച്ച് നോക്കിക്കോ. അതായത് ഇവിടെ വർക്ക് ഡൺ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക അല്ലെ. വർക്ക് ഡൺ 2 രീതിയിൽ നമുക്ക് പറയാം. ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ. ഇനി നോൺ കൺസർവേറ്റീവ് ആണെങ്കിൽ എന്താടാ? നോൺ കൺസർവേറ്റീവ് ആണെങ്കിൽ വേറെ കണ്ടീഷൻ. റെഡി അല്ലേ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. റെഡി. ഇനി എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് നോക്കിക്കേടാ. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ആകെ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഒന്ന് ഇനീഷ്യൽ പോയിന്റ്, എന്താടാ? ഇനീഷ്യൽ പോയിന്റ്. നെക്സ്റ്റ് എന്താണ്? ഫൈനൽ പോയിന്റ്. അല്ലെ, ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യാറ് work done. ഇനി if the work done is done by A is a non-conservative force. Non-conservative force ആണെങ്കിൽ ഡിപ്പെൻഡൻസ് എന്താ മക്കളെ? ഇനീഷ്യൽ ഫൈനൽ പോയിന്റ്സ് ഒന്നല്ല, എന്താണ്? എൻറ്റയർ പാത്വേ. എന്താണ്? എൻറ്റയർ പാത്ത്. റെഡിയല്ലേ മക്കളെ? അപ്പൊ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിടാ കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. റെഡിയല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ്. അതുപോലെ തന്നെ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. റെഡിയല്ലേ? സർഫസ് ഡിപ്പെൻഡന്റ്, പാത്ത് ഡിപ്പെൻഡന്റ് ആണ് എന്ത്? അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. റെഡി അല്ലേ? അപ്പൊ ഇത്രയാണ് അതിന്റെ റിലേറ്റഡ് കൺസെപ്റ്റ്. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കിയടാ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് റെഡി അല്ലേ? ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ വർക്ക് ഡൺ ഉണ്ടാവോ? ഇല്ല. ദ വർക്ക് ഡൺ വിൽ ബി 0. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏതാടാ? കൺസർവേറ്റീവ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതാ? നോൺ കൺസർവേറ്റീവ്. വിസ്കസ് ഫോഴ്സ് വീണ്ടും നോൺ കൺസർവേറ്റീവ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്താ? കൺസർവേറ്റീവ്. റെഡി അല്ലേ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നോക്കിയടാ, എന്തൊക്കെയാടാ? കൺസർവേറ്റീവ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ആർ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. റെഡി അല്ലേ? സൊല്യൂഷൻ നിങ്ങൾക്ക് വായിക്കാവുന്നല്ലോ. റെഡി അല്ലേ? നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? നമ്മൾ മാസ് അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് ട്രാൻസ്ലേഷൻ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇനബിലിറ്റി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് അല്ലെ ഫ്രം റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ ദ ടെൻഡൻസി ടു റിമെയിൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓർ റെസ്റ്റ്. അല്ലെ, അതായത് ഒരു സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെ എന്ന് പറയാം മക്കളെ? ഇനർഷ്യ എന്ന് പറയാം. അതെവിടെ? ട്രാൻസ്ലേഷൻ മോഷനിൽ. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാ മക്കളെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ അല്ലെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ. ഇനി ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ് അല്ലെ. എന്താണ് മക്കളെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണെങ്കിൽ ഐയുടെ ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു mr². എന്താടാ? ഐ ഈസ് ഈക്വൽ ടു mr². നമുക്ക് ഇങ്ങനെ പറയാം, moment of inertia is a rotation analog of inertia or rotation analog of mass. റെഡി? അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ജസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയ പോരടാ. അതായത് ഇക്വേഷൻ ഫോർമുല, അതായത് ഇക്വേഷൻ ഡെഫിനിഷൻ ഉണ്ടാക്കിയ പോലെ എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. റെഡി അല്ലേ? അതായത് മാസിന്റെയും സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസിന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത് മക്കളെ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് പറയാൻ പറഞ്ഞ എന്താ പറയാ? മാസ് കിലോഗ്രാം. ഇനി റേഡിയസ് സ്ക്വയർ ആണെങ്കിൽ എന്താ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. റെഡി അല്ലേ? ഇതാണ് എന്ത് മക്കളെ? യൂണിറ്റ് ഓഫ് അതായത് യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ദി ഇനേഷ്യ. നോക്കിക്കേടാ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിഫറെന്റ് ബോഡീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് സ്ഫിയർ അല്ലേ, അതായത് സോളിഡ് റോഡ്, പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? റിങ്, സിലിണ്ടർ അല്ലെ, അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഷേപ്പ്
ഷേപ്പ് മാറിയാൽ എന്ത് മാറും മക്കളെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. അതുപോലെ തന്നെ മാസ് മാറിയാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറി. അപ്പൊ സൈസ്, ഷേപ്പ്, മാസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഓറിയന്റേഷൻ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് എന്ത് മക്കളെ? ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. റെഡി അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് upon mass of the body, its size, shape, distribution of mass about the axis of rotation. സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി അല്ലേ മക്കളെ? നോക്കിയാൽ ഒന്നാമത്തെ എന്താ? അതായത് സ്റ്റേറ്റ് കെപ്ലർസ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് ഏരിയാസ് ഓഫ് എ പ്ലാനറ്ററി മോഷൻ അല്ലേ? നമ്മൾ 3 ലോ പഠിച്ചിട്ടില്ലേ കെപ്ലേഴ്സിന്റെ? അതിൽ സെക്കൻഡ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഡെറിവേഷൻ എന്താണ്? ഈ ലോന്റെ ഡെറിവേഷൻ എന്താണ് മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? ഇവിടെ നോക്കിയടാ, സ്റ്റേറ്റ് ദി കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്നല്ലേ ചോദിച്ചത്? എന്താണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്? അതായത് ദ ലൈൻ ജോയിനിങ് ദ സൺ ടു എനി പ്ലാനറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതായത് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിച്ചടാ. അതായത് ഒരു പ്ലാനറ്റ് രണ്ട് മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. നോക്കിയേ, എസിൽ നിന്ന് ആറിലോട്ട് പോകുന്നതിന്റെ ടൈം പീരീഡ് ടി. ഇനി നെക്സ്റ്റ് ക്യൂയിൽ നിന്ന് പിയിലോട്ട് പോകുന്ന ടൈം പീരീഡ് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ടി ആയിട്ട് കൺസിഡർ ചെയ്യണം. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ദ ലൈൻ ജോയിനിങ് ദി സൺ ടു ദി പ്ലാനറ്റ്, അതായത് ലൈൻ ജോയിനിങ് എന്താടാ? സൺ ടു ദി പ്ലാനറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് ഇവിടെ ഇന്റർവെൽ സെയിം അല്ലേ മക്കളെ? ഇന്റർവെൽ സെയിം ആണെങ്കിൽ അതായത് ഇവിടെ പറയുന്നത് എന്താ? ഇന്റർവെൽ സെയിം ആയാൽ ദ ലൈൻ ജോയിനിങ് ദ സൺ ടു ദി പ്ലാനറ്റ് സ്വീപ്പ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽസ്. അതായത് ഇവിടെ ടൈം സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വീപ്പ് ചെയ്ത ഏരിയ, ഇവിടെ കവർ ചെയ്ത ഏരിയ എന്താണ്? സെയിം ആണ്. ദാറ്റ് മീൻസ് ദ ഏരിയ ഓഫ് എസ് ആർ ഈസ് ഈക്വൽ ടു ക്യു എസ് പി. അതായത് ഇവിടുത്തെ ഏരിയ എന്താണ് മക്കളെ? സെയിം ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് മക്കളെ? ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ദ ലൈൻ ജോയിൻ ദ പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അല്ലെങ്കിൽ എന്തെന്നും കൂടെ പറയാം, ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. റെഡി അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ദ ഫിഗർ ഷോസ് ഡിഫറെന്റ് പൊസിഷൻ പി ക്യു ആർ എസ് ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ. ദ പ്ലാനറ്റ് ഹാസ് different velocities at these position. എന്താണ്? the planet has different velocity at these position. Identify the position at which എന്താ ചോദ്യം? kinetic energy is maximum. എപ്പോഴാണ് kinetic energy maximum ആവുക? എന്താ kinetic energyയുടെ ഇക്വേഷൻ എന്താ? kinetic energy is equal to half mv square. എന്താടാ? kinetic energy ഇക്വേഷൻ എന്താ? പറഞ്ഞോ. that is half mv square. അതായത് kinetic energy maximum ആവണമെങ്കിൽ എന്താണ്? വെലോസിറ്റിയും എന്താവണം മക്കളെ? വെലോസിറ്റി എന്താവണം? വെലോസിറ്റി ഓൾസോ മസ്റ്റ് ബി മാക്സിമം അല്ലെ? വെലോസിറ്റി എന്താവണം? മാക്സിമം ആവണം. അപ്പൊ വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം ആവുക? അപ്പൊ നമുക്ക് അറിയാലോ, ഈ ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ മക്കളെ, അതായത് ക്ലോസസ്റ്റ് പ്രോക്സിമിറ്റിയിൽ എത്തുമ്പോൾ അല്ലെ, ദ പ്ലാനറ്റ് വെൻ ഇറ്റ് റീച്ചസ് ദ ക്ലോസസ്റ്റ് പ്രോക്സിമിറ്റി ഓഫ് ദി സൺ അല്ലെ, സണ്ണിന്റെ ഏറ്റവും അടുത്തെത്തുമ്പോൾ എന്താവും? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ മക്കളെ? അതായത് ഈ പോയിന്റ് ആണ് ഇവിടെ, ഈ ഗിവൺ പോയിന്റ്സിന് പി ഈസ് ദ ക്ലോസസ്റ്റ് പോയിന്റ്, സോ ദാറ്റ് പി ഹാസ് ദി മാക്സിമം വെലോസിറ്റി. അതായത് പിയിലാണ് എന്തുള്ളത്? മാക്സിമം വെലോസിറ്റി ഉള്ളത്. മാക്സിമം വെലോസിറ്റി അവിടെയാണ് എന്തുണ്ടാവുക മക്കളെ? മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. റെഡി അല്ലേ? പോയിന്റ് ഏതാടാ? പോയിന്റ് പി. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ്? തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? അതായത് ഇക്വേഷൻസ് മാത്രമല്ല, അതുമായിട്ട് വേർഡ് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. റെഡി അല്ലേ? കേസ് സിമ്പിൾ അല്ലേ? എന്താടാ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ശ്രദ്ധിച്ച്. എന്താ ഫസ്റ്റ് ലോ എന്ന് പറയാൻ? നോക്കിയേ, നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് രണ്ട് വഴിക്കാണ് പോലെ. ഒന്ന് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ. നെക്സ്റ്റ് എന്താ? ടു ഡു വർക്ക് അല്ലേ? അടുത്തെന്താണ്? ടു ഡു എന്താണ്? വർക്ക് അല്ലേ? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. റെഡി അല്ലേ? അപ്പൊ ഹീറ്റ് സപ്ലൈ വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ എ സിസ്റ്റം ഫോർ ദ ടു പർപ്പസ്. എന്താടാ? ഒന്ന് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, രണ്ടാണ് എന്താണ്? വർക്ക് ചെയ്യാനും. റെഡി അല്ലേ? നമ്മൾ ചോദിച്ചത് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. റെഡി അല്ലേ? നെക്സ്റ്റ് ചോദിച്ചത് എന്താ? ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ അല്ലെ? അതായത് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ. ഇങ്ങനെ കേസ് എപ്പോഴാണ് വരിക എന്നാ ചോദ്യം. റെഡി അല്ലേ? നോക്കിയേ, ഇത് എപ്പോഴാണ് വരിക? ഇവിടെ നമ്മൾ ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താണ്? ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് മനസ്സിലായി ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ
എന്താവണം? സീറോ. ഡെൽറ്റ ക്യൂ സീറോ ആയാൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മക്കളെ എന്താണ്? അഡിയബാറ്റിക്. എന്താണ് മക്കളെ? അഡിയബാറ്റിക്. അപ്പൊ മക്കളെ നമുക്ക് മനസ്സിലായി എന്താണ്? ആ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു സീറോ ആണ് എന്ത്? അഡിയബാറ്റിക് പ്രോസസ്. റെഡി അല്ലേ? ഒന്ന് നോക്കിയടാ, നമുക്ക് അഡിയബാറ്റിക് പ്രോസസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഐസോ എന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോസസ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാടാ? ഐസോ തെർമൽ, ഐസോ ബാറിക്, ഐസോ കോറിക്. ഏതൊക്കെയാടാ? ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി സീറോ ആണ്, ഐസോ ബാറിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി സീറോ ആണ്, ഐസോ കോറിക് എന്ന് പറഞ്ഞാൽ എന്താടാ? ഡെൽറ്റ വി ഈക്വൽ ടു സീറോ. റെഡി അല്ലേ? ഇനി ഡെൽറ്റ യുവും സീറോ ആണ്. എങ്ങനെയാണ് ഡെൽറ്റ യു സീറോ ആയത്? ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എന്താ? എൻ സി ഡെൽറ്റ ടി അല്ലെ? എന്താണ് ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ? എന്താണ്? എൻ സി ഡെൽറ്റ ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, ഡെൽറ്റ ടിക്ക് എന്ത് ചെയ്യുക? സീറോ എന്ന് കൊടുക്കുക. അങ്ങനെ വരും. അപ്പോൾ എന്താ വരിക? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എൻ സി ഇൻറ്റു സീറോ അല്ലെ? അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഡെൽറ്റ യു എന്താണ്? സീറോ. അപ്പൊ നമ്മൾ ഓർക്കണം, എന്താ നമ്മൾ ഓർക്കേണ്ടത്? ഡെൽറ്റ യു ഈസ് സീറോ ഫോർ എന്ത് പ്രോസസ് ഇടാ? ഐസോ തെർമൽ പ്രോസസ്. എന്താടാ? ഐസോ തെർമൽ പ്രോസസ്. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഐസോ കോറിക് ആണെങ്കിൽ എന്താ? ഐസോ കോറിക് ആണെങ്കിൽ ഡെൽറ്റ വി ഈക്വൽ ടു സീറോ. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ വർക്ക് എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? ദാറ്റ് ഈസ് പി ഇൻറ്റു സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. റെഡി അല്ലേ? ജസ്റ്റ് പറഞ്ഞോളൂ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് വാട്ട് വുഡ് ബി ദ ഇഫക്റ്റ് ഓഫ് ആർഎംഎസ് വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് അല്ലെ? ടെമ്പറേച്ചർ കൂടിയാൽ ആർഎംഎസ് വെലോസിറ്റി എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് കണ്ടീഷൻ എന്താ? വി ആർ എം എസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? √3 kBT/m അല്ലെങ്കിൽ √3 RT/m. അത് ഈ എം എന്താ? ഈ എം മോളാർ മാസ് ആണ് അല്ലെ? ഇവിടുത്തെ പ്രൊപ്പോർഷൻ എന്താ? വി ആർ എം എസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും മക്കളെ? വി ആർ എം എസും കൂടും. ഡൗട്ട് ഇല്ലല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മക്കളെ? കാൽക്കുലേറ്റ് ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. നമുക്ക് തന്നിട്ടുണ്ട് ടെമ്പറേച്ചർ എത്രയാണ്? 100 കെൽവിൻ. 100 കെൽവിനില് ഓക്സിജന്റെ ആർ എം എസ് വെലോസിറ്റി കണ്ടെത്താൻ. റെഡി അല്ലേ? ആറിന്റെ വാല്യൂ എസ് യൂണിറ്റിലാക്കുക. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് അല്ലേ? ഇവിടെ തന്ന മോളിക്കുലർ മാസ് എത്ര? 32 ഗ്രാം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോടാ? 32 ഗ്രാമിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? എന്താണ്? ഒരു SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് എഴുതാം. റെഡി അല്ലേ? അതായത് ഈ ഗ്രാമിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 279.11 m/s കിട്ടും. റെഡി അല്ലേ? നോക്കിയടാ, നോക്കിയേ. അതായത് നോക്കിയേ, നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. എന്താ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ആക്സിലറേഷൻ ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ? അതായത് സ്ലോപ്പ് വിൽ ബി സ്ലോപ്പ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. റെഡി അല്ലേ? അതായത് നമുക്ക് ഒരു കാര്യം അറിയാം, നോക്കിക്കേ, ശ്രദ്ധിച്ചിടാ. എന്താ ഇക്വേഷൻ? എന്താ ആക്സിലറേഷൻ ഇക്വേഷൻ? ഡെൽറ്റ വി ബൈ ടി അല്ലേ? ഡെൽറ്റ വി ബൈ ടി അല്ലേ? അതായത് ഡിവൈഡഡ് അല്ലേ? ഡിവൈഡഡ് ആണെങ്കിൽ സ്ലോപ്പ് കണ്ടെത്തിയാലാണ് എന്ത് കിട്ടുക? ആക്സിലറേഷൻ കിട്ടുക. ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താ? അതായത് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇങ്ങനെ വരച്ചാൽ പോരെ? അതായത് ഇവിടെ എന്താണ്? ഇവിടെ സ്ലോപ്പ് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? എന്താണ്? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയ മോഷനാണ് എന്തെന്ന് പറയാ? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. റെഡി അല്ലേ? അപ്പൊ അതിൽ ഡൗട്ട് ഇല്ല. ഇനി രണ്ടാമത് എന്താ? ഡിറൈവ് ദ റിലേഷൻ ദാറ്റ് ഈസ് x is equal to v0t plus half vt². ഇക്വേഷൻ കണ്ടിട്ട് വേറെ എന്ന് വിചാരിക്കണ്ട. ഏത് ഇക്വേഷൻ ആണ്? അതായത് s is equal to ut plus half at² എന്ന് പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് എന്ത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. രണ്ട് ഏരിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? A1 എന്ന് പറഞ്ഞ റെക്ടാംഗിൾ ആണ്, A2 എന്ന് പറഞ്ഞ എന്താ ട്രയാംഗിൾ ആണ്. ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ട്രയാംഗിൾ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റെഡി അല്ലേ? അതായത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താ? u ഇൻറ്റു t. റെഡി അല്ലേ? ഇനി ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്താ? ഹൈറ്റിൽ കൺഫ്യൂഷൻ ശ്രദ്ധിച്ചോ മക്കളെ? നോക്കിയേ, ഈ എൻ്റയർ ലെങ്ത് v ആണ് അല്ലേ? ഈ ലെങ്ത് എന്താ? യു. അതായത് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ലെങ്ത് എന്താവും? വി മൈനസ് യു. റെഡി അല്ലേ മക്കളെ? അതായത് എൻ്റയർ ലെങ്ത് വി ആണെങ്കിൽ ഈ ഷോർട്ട് ലെങ്ത് എന്താടാ? വിയിൽ നിന്ന് യു കുറക്കുക, വി മൈനസ് യു. അതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ വി മൈനസ് യുവിന് പകരം എന്ത് ചെയ്താൽ മതി? AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ കിട്ടി. എന്താ? x is equal to v0t plus half at². റെഡി അല്ലേ? ഇവിടെ അവരെന്താ യൂസ് ചെയ്തിട്ടുള്ളതാ? അതായത് എസിന് പകരം ജസ്റ്റ് എന്ത് യൂസ് ചെയ്ത്? എക്സ് എന്ന് യൂസ് ചെയ്ത്, യു പകരം എന്ത് യൂസ് ചെയ്ത്? v0. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അല്ലെ? തേർഡ് ലോ ഓഫ് മോഷൻ ആണ് നമ്മുടെ ഫേവറേറ്റ് ഭാഗം അല്ലെ? എന്താ? എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ അതാണ് ചോദിച്ചത് അല്ല, നമ്മൾ ചോദിച്ചത് ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ. എന്താ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ദിസ് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെ? മൊമെന്റത്തിന് ചേഞ്ച് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ ഡയറക്ഷൻ എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് എന്താണ്? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dp/dt. നോക്കിയടാ ഇവിടെ നിന്നാണ് എന്ത് കിട്ടുക? ദാറ്റ് ഈസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ dp/dt അല്ലെ? dp
അതായത് ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അവിടെ നിന്നാണ് നമ്മൾ ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക മക്കളെ? അവിടെ നിന്നാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. റെഡി അല്ലേ? ഇനി നോക്കിയടാ, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? പ്രശ്നമില്ലല്ലോ. അതായത് കോൺസ്റ്റന്റ് കെ വരും, കെയുടെ വാല്യൂ എന്താണ്? 1 എന്ന് കൊടുക്കുക. റെഡി അല്ലേ? സോ നോക്കിയേ, അപ്പോൾ ഈ ലോ എന്ന് പറഞ്ഞത് ഏതാണ്? ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ. ഇനി ചോദിച്ചത് എന്താ? ഫോഴ്സ് ടൈം ഗ്രാഫ് തന്നിട്ട് ഈ ഫോഴ്സ് ടൈം ഗ്രാഫിൽ നിന്ന് എന്ത് കണ്ടെത്താനാ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ നോക്കിയ ഇക്വേഷൻ എന്താ? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? ക്രോസ് ചെയ്ത് എന്ത് കിട്ടും? എഫ് ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി എന്ന് കിട്ടും. ഇവിടെ എന്താ? പ്രൊഡക്റ്റാ. നമ്മൾ പറഞ്ഞു സ്ലോപ്പ് ആണെങ്കിൽ ഏരിയ കണ്ടെത്താണോ വേണ്ടത്? അല്ല, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ആണെങ്കിൽ സ്ലോപ്പ് കണ്ടെത്തുക അല്ലേ? ഇവിടെ എന്താ? ഇവിടെ പ്രൊഡക്റ്റ് ആണ്, ഇൻറ്റു ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടെത്തണം? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഞാൻ ഇതിന് ഈ ഗ്രാഫിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളും. ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റെക്ടാങ്കിൾ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി 37.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. റെഡി? നോക്കിയടാ, സിമ്പിൾ ആണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. എന്താണ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ? അതായത് ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് എന്ത് മക്കളെ? ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ നോക്കിയേ, ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താ? നേരത്തെ പറഞ്ഞത് നോക്കിയേ, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? അതെന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ. അതേ ലോ തന്നെയാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ഡിറൈവ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ്. നോക്കിയേ, അതായത് ദാറ്റ് ഈസ് ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം? അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ ടോർക്ക് 0 ആയി. നോക്കിയേ, ടോർക്ക് എക്സ്റ്റേണൽ 0 ആയാൽ നമുക്ക് മനസ്സിലായി എന്താ? ഡി എൽ ബൈ ഡി ടി 0. അതായത് ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് 0. ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ എല്ല് കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? എല്ലിന്റെ ഇക്വേഷൻ എന്താ? ഐ ഒമേഗ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഐ എന്ന് പറഞ്ഞാൽ എന്താടാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. റെഡി അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വെലോസിറ്റി. എന്താടാ? ആംഗുലാർ വെലോസിറ്റി. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ I1 ω1 ഈസ് ഈക്വൽ ടു എന്താണ്? I2 ω2. നമ്മളോട് ചോദിച്ചത് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ഡിറൈവ് ചെയ്യേണ്ട മക്കളെ? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. നമ്മളിപ്പോൾ പറഞ്ഞ റിലേഷൻ അത് ഇവിടെ നിന്ന് തുടങ്ങണം. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി നിന്ന് തുടങ്ങാം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആർ ക്രോസ് പിയുടെ ഡിഫറൻഷ്യൽ എടുക്കുകയാണെങ്കിൽ മക്കളെ നമുക്കറിയണം അതെന്ത് റൂളാണ്? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആർ ക്രോസ് എഫ് പ്ലസ് എന്താ? വെക്റ്റർ വി ഇൻറ്റു എം വി. അതായത് എം വി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പി ആണല്ലേ? ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു എം വി. റെഡി അല്ലേ? ഇത് എന്തുകൊണ്ട് 0 ആയത്? ഇവിടെ എന്താ ക്രോസ് ചെയ്തിടാൻ കാരണം? ഇവിടെ എന്താ? സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0. സൈൻ 0 ആയതുകൊണ്ട് എന്താ മക്കളെ? അത് 0 ആയി. അപ്പൊ നമുക്ക് കിട്ടി ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ അല്ലെ? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടി എന്താണ്? നമ്മൾ ഡിറൈവ് ചെയ്ത് എന്താടാ? അതായത് ഡി എൽ ബൈ ഡി ടി എന്താണ്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. റെഡി അല്ലേ? നമുക്ക് ഇവിടെ പറയാൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ദി എക്സ്റ്റേണൽ ടോർക്ക്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? നോക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഹുക്സിലോ. എന്താണ് സ്റ്റേറ്റ് ഹുക്സിലോ? എന്താ ഹുക്സിലോ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ? ഹുക്സിലോയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് മോസ്റ്റ് ഫെമിലിയർ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏതാ? യങ്സ് മോഡൽസ്. ഏതാടാ? യങ്സ് മോഡൽസ്. റെഡിയാണ്? നമ്മൾ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ചോദിച്ചല്ലോ. യങ്സ് മോഡൽസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. ആണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ടല്ലേ? അതായത് റബ്ബർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ സ്റ്റീൽ. അല്ല, അത് തെറ്റാണ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ഇൻ ദ സയൻസ് കൺസെപ്റ്റ്. റെഡി അല്ലേ? അതായത് എന്താ? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് യങ്സ് മോഡൽസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ കുറഞ്ഞ ആൾക്കാണ് എന്ത് കൂടുക മക്കളെ? യങ്സ് മോഡൽസ് കൂടുക. അതായത് സ്ട്രെയിൻ കുറയാന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ കുറയാന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ദി ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുക. അതായത് റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക? മാക്സിമം മോഡുലസ് ഉണ്ടാവുക. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ പറയണം റബ്ബർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ സ്റ്റീൽ അല്ല, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. രണ്ടാമത്തെ നോക്കിയേ, സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഷിയർ മോഡുലസ്. റെഡിയാണ്? ഷിയർ മോഡുലസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ഷിയർ മോഡുലസ് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി അതായത് 18th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം 19th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിക്കോ,
നോക്കിക്കോ. ഇറ്റ് ഈസ് ഈസി ആൻഡ് ലെസ് പെയിൻഫുൾ ടു യൂസ് തിൻ നീഡിൽ ദാൻ തിക് നീഡിൽ ഫോർ ടേക്കിംഗ് ഇഞ്ചക്ഷൻ ഫോർ ദ സെയിം അപ്ലൈഡ് ഫോഴ്സ്. വിച്ച് നീഡിൽ എക്സേർട്ട് മോർ പ്രഷർ? നോക്കിക്കേടാ, പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എന്താ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. എന്താ? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. എന്താടാ പറഞ്ഞത്? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ, ഏരിയ കുറഞ്ഞാൽ എന്ത് കൂടും? ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും. സെയിം ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും അല്ലേ? എക്സേർട്ടഡ് പ്രഷർ കൂടും. നോക്കിയേ, നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് എന്താ? ഒന്ന് തിക്ക് നീഡിൽ അല്ലേ, ഒന്നെന്താ തിക്ക് നീഡിലും മറ്റതെന്താണ് തിൻ നീഡിൽ അല്ലേ? എന്താണ് തിൻ നീഡിൽ. അങ്ങനെയാണെങ്കിൽ ആർക്ക് ഏരിയ കൂടുതൽ? തിക്ക് നീഡിലിന് ഏരിയ കൂടുതൽ, തിൻ നീഡിലിന് എന്താ ഏരിയ കുറവ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ എന്ത് ചെയ്യുക? അതായത് ഈ കണ്ടീഷനിൽ എന്താണ്? അതായത് ഇവിടെ പ്രഷർ കുറഞ്ഞു അല്ലേ? എന്താണ്? തിക്ക് നീഡിൽ യൂസ് ചെയ്യുമ്പോൾ പ്രഷർ കുറഞ്ഞു, തിൻ നീഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നല്ല പ്രഷർ കിട്ടും അല്ലേ? നല്ല പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ്? ലെസ് പെയിൻഫുളും മോർ കംഫർട്ടബിൾ ഫോർ ദി ഇഞ്ചക്ഷൻ. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? നോക്കിയേ, 2 vessels of different shape are filled with water to the same height as shown in the figure. Is the pressure base of each vessel is the same? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു കേസാണിത് അല്ലേ? അതായത് ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ, ഏത് ലെവലിൽ മക്കളെ നോക്കിയാൽ ശ്രദ്ധിച്ചേ? അതായത് ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്ത്, ഈ പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്ത്, ഈ രണ്ടിലും നോക്കിയേ ഡിഫറൻറ്റ് ഷേപ്പ് ആണല്ലോ മക്കളെ. ഡൗട്ട് ഇല്ലല്ലോ. ഡിഫറൻറ്റ് എന്തായിരിക്കും? ഡിഫറൻറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും, അതിന് ഡൗട്ടില്ല. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? ഈ ഹൈറ്റ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രഷർ അറ്റ് കോൺസ്റ്റന്റ്, അതായത് പ്രഷർ അറ്റ് ബേസിന് ഇക്വേഷൻ എന്താ? പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. രണ്ടിലും വാട്ടർ ആയതുകൊണ്ട് ഇത് സെയിം ആണ് അല്ലേ? എന്താ? ജിയും സെയിം ആണ്, ഇവിടെ എന്തുമാണ്? എച്ചും സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ? പ്രഷർ അറ്റ് ദ ബേസ് എന്താണ്? സെയിം ആണല്ലേ? ഈ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എന്താണ്? പ്രഷർ അറ്റ് ദ ബേസ് ഈസ് ഓൾസോ സെയിം. റെഡി അല്ലേ? അതായത് നോക്കിയേ, ദ തിൻ നീഡിൽ എക്സേർട്ട് മോർ പ്രഷർ, ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ഈച്ച് വെസൽ സെയിം. കാരണം എന്താ? ദാറ്റ് ഈസ് ഇക്വേഷൻ ഈസ് എച്ച് റോ ജി. റെഡി അല്ലേ? ഡിപ്പെൻഡ്സ് ഓൺ ദി ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം അല്ലേ? സെയിം ലിക്വിഡ് ആണെങ്കിൽ എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളത്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. റെഡി അല്ലേ? ഇനി 20th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദ അനോമലസ് എക്സ്പെൻഷൻ ഓഫ് വാട്ടർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇവിടെ 2 ഗ്രാഫ് ഉണ്ട്. നോക്കിയേ, ഒന്നാമത്തെ ഗ്രാഫ് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നത് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. എന്താ? വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ്. ഈ ഗ്രാഫ് ഏകദേശം ഓൾമോസ്റ്റ് എന്ത് വരും? ഇങ്ങനെയാണ് വരിക. റെഡി അല്ലേ? നോക്കിയേ, എന്താ ഈ ഗ്രാഫിൻ്റെ അർത്ഥം? എന്താ ഈ ഗ്രാഫിൻ്റെ മാർക്കിംഗ് വരച്ചാൽ നോക്കിയാൽ ശ്രദ്ധിച്ചോ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 0 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ എന്താ മാർക്ക് ചെയ്യണത്? 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാർക്ക് ചെയ്ത്. റെഡി. ഇനി ഇവിടുന്ന് ടെമ്പറേച്ചർ കൂടുതൽ ചെയ്യാം മക്കളെ. ഇവിടെ എന്താ സംഭവം നോക്കിയാൽ, 0ൽ നിന്ന് നോക്കിയപ്പോൾ 0 to 4 എന്താണ്? 0 to 4 ഒരു ടെൻഡൻസി അല്ലെ? നെക്സ്റ്റ് 4 മുതൽ എന്താണ്? വേറൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അതായത് നോക്കിയേ, 0 to 4 എന്താ ചെയ്യണേ? വാട്ടർ എന്താ ചെയ്യുക? വാട്ടർ കോൺട്രാക്ട്സ്. എന്താടാ? വാട്ടർ കോൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ്. വാട്ടർ എന്താ ചെയ്യണേ? ഹീറ്റ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ചെയ്യുക. ഏതുവരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ. അത് കഴിഞ്ഞ് എന്താ ചെയ്യണേ? വാട്ടർ എക്സ്പാൻസ്. എന്താണ്? വാട്ടർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ് അല്ലേ? എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്. ഇതെന്താ? ഇവിടെ എന്താ നോക്കിയേ, ഇവിടെ ഇത് നോർമലാണ് അല്ലേ? ഇതെന്താണ്? ബാക്കി ലിക്വിഡിന്റെ പോലെ തന്നെ നോർമൽ ടെൻഡൻസി ആണ് അല്ലേ? ഇതാണ് എന്ത്? ഈ പ്രോപ്പർട്ടിയാണ് എന്ത്? അനോമലസ്. എന്താണ്? അനോമലസ് എന്ന് പറയും. റെഡി അല്ലേ? ഇതാണ് എന്ത്? അബ്നോർമൽ അല്ലെങ്കിൽ അനോമലസ്. അപ്പൊ നമുക്ക് മനസ്സിലായി. നോക്കിയേ, വോളിയം അല്ലേ? അപ്പൊ വോളിയം ഏറ്റവും കുറയുന്ന കണ്ടീഷൻ ഏതാ മക്കളെ? നോക്കിയേ, വോളിയം ഏറ്റവും കുറയുന്ന കണ്ടീഷൻ ഏതാ? ഈ പോയിന്റിൽ എന്താണ്? ഈ പോയിന്റിൽ എന്താണ്? വോളിയം മിനിമം ആണ്. എന്താണ്? വോളിയം മിനിമം. എന്നാൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അങ്ങനെയാണെങ്കിൽ വോളിയം മിനിമം വരുന്നിടത്താണ് എന്ത് വരിക? മാക്സിമം ഡെൻസിറ്റി വരിക. എന്താണ്? മാക്സിമം ഡെൻസിറ്റി. റെഡി അല്ലേ? നമ്മളൊരു പോയിന്റ് ആയിട്ട് എഴുതാണ്. പോയിന്റ് ആയിട്ട് എന്താ എഴുതാൻ പോണ്? അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിൽ 2 കാര്യങ്ങൾ പറയണം. ഒന്ന് അവിടെയാണ് എന്തുള്ളത്? മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. അവിടെയാണ് എന്തുള്ളത്? മാക്സിമം ഡെൻസിറ്റി. അതേപോലെ തന്നെയാണ് അവിടെ എന്തുള്ളത്? മിനിമം വോളിയം. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ കേട്ടോ? ഓക്കെ. ഇനി നോക്കിയേ, ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. ഈ വാല്യൂ നമുക്ക് അറിയേണ്ടതാണ്. 22.6 × 10⁵. ഇനി കാൽക്കുലേറ്റ് ദ എനർജി റിക്വയർഡ് ടു ചേഞ്ച് എന്താണ്? ദാറ്റ് ഈസ് 0.5 gram ഓഫ് വാട്ടർ ഇൻ ടു സ്റ്റീം. റെഡി അല്ലേ? നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് യൂസ് ചെയ്യുക. ഒന്ന് ചേഞ്ച് ദ സ്റ്റേറ്റ് അല്ലേ? എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ. റെഡി അല്ലേ? ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എഴുതുന്ന ഇക്വേഷൻ എന്ത്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു M × L. എന്താടാ? M × L, മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. ടെമ്പറേച്ചർ കൂടുന്നതിന് ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു MC ΔT. എന്താടാ? MC ΔT അല്ലെ? ഹീറ്റ് കോൺസ്റ്റന്റ്. റെഡി അല്ലേ?
സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് റെഡി അല്ലേ? അങ്ങനെയാണ് നോക്കിയേ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താ? വാട്ടറിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ എന്തുണ്ട്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അങ്ങനെയാണ് ഇക്വേഷൻ ഏത് എടുക്കേണ്ടത്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ. ഇവിടെ എന്താ? വേപ്പറൈസേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ? ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ വി അല്ലേ? എൽ വി എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാസ് 0.5 ഗ്രാം ഉള്ളത് എന്താക്കി മാറ്റണം? കിലോഗ്രാം ആക്കി മാറ്റണം. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മക്കളെ, നമ്മൾ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ എൻ ഐസോതെർമൽ പ്രോസസ്സിൽ. എന്താ ചോദിച്ചുള്ളത്? ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. റെഡി അല്ലേ? നമുക്ക് മനസ്സിലായി. നോക്കിക്കോ, ശ്രദ്ധിച്ചടാ. എന്താണ് ഗ്യാസിലോ എന്താ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലേ? എന്താണ് പി വി ഇസ് ഈക്വൽ ടു? എന്താ മ്യൂ ആർ ടി. എന്താ മ്യൂ എന്ന് പറഞ്ഞാൽ? മ്യൂ ഈസ് ദി നമ്പർ ഓഫ് മോൾസ്. എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ? എന്താടാ? നമ്പർ ഓഫ് മോൾസ്. ഡൗട്ട് ഇല്ലല്ലോ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. റെഡി. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ത്? വർക്ക് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ഡി വി അല്ലേ? എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ഡി വി അല്ലേ? എന്താണ്? ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ഡി വി. ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതായത് രണ്ട് ഭാഗത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്താണ്? രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം. നോക്കിയാൽ ഇക്വേഷൻ നോക്കിയടാ. ദാറ്റ് ഈസ് പവർ ഇൻറ്റു ഡി വി ഇസ് ഈക്വൽ ടു വർക്ക് കണ്ടെത്തണമെങ്കിൽ എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് നമുക്കറിയാം അതായത് കോൺസ്റ്റന്റ് പ്രഷറും വോളിയമാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യണം. അപ്പോൾ വോളിയത്തിന്റെ ഇന്റർവെൽ ആണ് V1 മുതൽ V2 വരെ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞുള്ള എന്താ? ദാറ്റ് ഈസ് പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ആണെങ്കിൽ പിക്ക് പകരം ഇങ്ങനെ എഴുതിക്കൂടെ? എന്താ? മ്യൂ ആർ ടി ബൈ വി അല്ല? എന്താണ്? മ്യൂ ആർ ടി ബൈ വി അല്ലേ? അതെന്ത് ചെയ്യുക? ഈ പിക്ക് പകരം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മ്യൂ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി അല്ലേ? ഇനി ഇവിടെ വേരിയബിൾ ആരാ? വി ആണ്. ഇവിടെ ഡി വി ഉണ്ട്. നമുക്കറിയാം എന്താ? ഇന്റഗ്രൽ 1/v ഡി വി ഇസ് ഈക്വൽ ടു എന്താണ്? എൽ എൻ ബി അല്ലേ? നമ്മൾ പഠിച്ചിട്ടാണല്ലോ, ഇന്റഗ്രേഷനിൽ പഠിക്കണതാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1/v ഡി വി ഇസ് ഈക്വൽ ടു എൽ എൻ ബി. ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? റെഡിയാണ്. ഇനി എൽ എൻ എങ്ങനെ ലോഗിലോട്ട് മാറ്റുക? നമുക്കറിയാം. ദാറ്റ് ഈസ് എൽ എൻ ലോഗിലോട്ട് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈഡ് ബൈ 2.303 അങ്ങനെ ആക്കിയാൽ എന്ത് കിട്ടും? ലോഗ് എഴുതാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ നോക്കിയടാ, ഇക്വേഷൻ നോക്കിയാൽ മ്യൂ ആർ ടി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എൽ എൻ V2 ബൈ V1. അങ്ങനെ അല്ലെങ്കിൽ ഏത് രൂപത്തിലും കൂടെ ഇക്വേഷൻ എഴുതാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2.303 മ്യൂ ആർ ടി ലോഗ് V2 ബൈ V1. റെഡി അല്ലേ? ഇങ്ങനെ എഴുതാം. ലോഗ് V2 ബൈ V1. ഈ ഇക്വേഷൻ ആണ് എന്ത്? വർക്ക് ഡൺ ഇൻ ദി ഏത് കേസാണ് മക്കളെ? ഐസോതെർമൽ. ഏത് കേസാണ്? ഐസോതെർമൽ. സോ ഇതാണ് എന്ത്? ഇവിടെ ഡെറിവേഷൻ ആയിട്ട് നമ്മൾ ചോദിച്ചുള്ളത്. റെഡി അല്ലേ? എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ദി ഐസോതെർമൽ പ്രോസസ്. ഈസി. റെഡി. നോക്കാം. 22nd ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡൈമെൻഷൻ അല്ലേ? ഫോർ എൻ ഇക്വേഷൻ എന്താ? ഡൈമെൻഷൻസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈക്വൽ ടു ദ ഡൈമെൻഷൻസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് അല്ലേ? അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിന്റെ ഡൈമെൻഷൻ എന്താണ്? ഈക്വലും കറക്റ്റ് ആവും. തിരിച്ചു പറയാൻ പറ്റുമോ? ഡൈമെൻഷനിൽ ഇക്വേഷൻ കറക്റ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നമ്മൾ എന്താണ്? ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പിക്കും എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡൈമെൻഷൻസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡൈമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? എന്താണ്? ഫോർ എൻ ഇക്വേഷൻ ടു ബി ഡൈമെൻഷനലി കറക്റ്റ്, the dimension on the right hand should be equal to the left side. Ready അല്ലേ? ഇനി നോക്കി, which of the following has എന്താ ചോദ്യം? has unit but no dimension. നോക്കിയടാ, ഈ കേസ് എപ്പോഴും എക്സാമിന് ചോദിക്കണം അല്ലേ? എന്താണ്? ഇവിടെ 3 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര കേസാണ് പഠിക്കാനുള്ളത്? 3 കേസ്. നോക്കാം. ഒന്നാമത്തെ നോർമൽ എന്താ? യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഉണ്ട്. ഡൈമെൻഷൻ ഉണ്ടോ? ഡൈമെൻഷൻ ഉണ്ട് അല്ലേ? യൂണിറ്റ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ യൂണിറ്റ് ഉണ്ട്, ഡൈമെൻഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഫോഴ്സ് അല്ലേ? എന്താണ്? ഫോഴ്സ്. അതുപോലെ തന്നെ മാസ് അല്ലേ? മാസ്. അതൊക്കെ എന്താണ്? ഡൈമെൻഷനും ഉണ്ട്, യൂണിറ്റും ഉണ്ട്. ഇനി രണ്ടാമത്തെ കേസാണ് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഉണ്ട്, പക്ഷേ എന്തില്ല മക്കളെ? ഡൈമെൻഷൻ ഇല്ല. ഡൈമെൻഷൻ ഇല്ല. അതിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്? ആംഗിൾ. ഏത് ആംഗിൾ മക്കളെ? പ്ലെയിൻ ആംഗിൾ ആവാം, അല്ലെങ്കിൽ എന്താവാം? സോളിഡ് ആംഗിൾ ആവാം. എന്താവാടാ? സോളിഡ് ആംഗിൾ ആവും അല്ലേ? അത് രണ്ടും എന്താ? യൂണിറ്റ് ഉണ്ട് അല്ലേ? പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താ? റേഡിയൻ. ഇനി സോളിഡ് ആംഗിൾ ആണെങ്കിൽ എന്താ? സ്റ്റെറേഡിയൻ. എന്താടാ? സ്റ്റെറേഡിയൻ. റെഡി അല്ലേ? ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് ഏതാ? അതായത് യൂണിറ്റ് ഉണ്ടാ? അതും ഇല്ല, പക്ഷെ എന്തുമില്ല? ഡൈമെൻഷനും ഇല്ല. എന്തുമില്ല? യൂണിറ്റും ഇല്ല, ഡൈമെൻഷനും ഇല്ല. എന്നാൽ അതിന്റെ റിവേഴ്സ് പറ്റുമോ? ഡൈമെൻഷൻ ഉണ്ട്, പക്ഷെ യൂണിറ്റ് ഇല്ല. അതൊരിക്കലും പോസിബിൾ അല്ല. റെഡി അല്ലേ? എന്നാൽ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ എന്താ?
യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ലാത്തതിൻ്റെ എക്സാമ്പിൾ ആണെന്ത് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താടാ റിലേറ്റീവ് ഡെൻസിറ്റി പറയാം. അല്ലെങ്കിൽ എന്താണ് ദാറ്റ് ഈസ് സ്ട്രെയിൻ. എന്താ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ആ കേസിലൊക്കെ എന്താണ് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. റെഡി അല്ലേ? അപ്പോൾ നോക്കിക്കേടാ ഇവിടെ ചോദിച്ചത് എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട് പക്ഷെ എന്തില്ല ഡയമെൻഷൻ ഇല്ല. റെഡി അല്ലേ? നോക്കി ഇതിനെന്താ രണ്ടും ഇല്ല, യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല അല്ലേ? ഇതിനും യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. ഇതിനൊക്കെ യൂണിറ്റും ഇല്ല ഡയമെൻഷൻ ഇല്ല. ഇതിനെന്താ യൂണിറ്റ് ഉണ്ട് പക്ഷെ എന്തില്ല ഡയമെൻഷൻ ഇല്ല. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Kinetic energy of a body depends on the mass and velocity. Using the principle of dimension, derive the expression for kinetic energy. നമുക്ക് ഇക്വേഷൻ അറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്തെടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എഴുതണം കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് K is equal to കോൺസ്റ്റന്റ് ഇൻറ്റു എം റേസ് ടു എ വി റേസ് ടു ബി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഡയമെൻഷൻസ് എഴുതിയെടുക്കണം. റെഡി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ബോത്ത് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഇവിടെ മാസിന് പവർ 1 ആണ് അല്ലേ? ഇവിടെ എന്താ മാസിന് പവർ എ ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്താന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ എൽ സ്ക്വയർ ആണ്, ഇവിടെ അല്ല എൽ ബി ആണ്. ബിയുടെ വാല്യൂ എന്താ? 2 ആണെന്ന് മനസ്സിലായി. റെഡി അല്ലേ? ഇവിടെ വീണ്ടും കമ്പയർ ചെയ്താൽ മനസ്സിലായി ബിയുടെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ K is equal to C into M V അല്ലേ? ദാറ്റ് ഈസ് എന്താണ് M into A അല്ലേ? എക്ക് പകരം എന്താണ്? എക്ക് പകരം ഇവിടെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ബിക്ക് പകരം എന്ത് കൊടുത്തു? 2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കിട്ടി. എന്ത് ഇക്വേഷനെ കിട്ടിയെന്ന് നോക്കലേ? അതായത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. എന്താണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷനിൽ നമുക്ക് ഒരിക്കലും കോൺസ്റ്റന്റ് കണ്ടെത്താൻ കഴിയില്ല അല്ലേ? എന്താണ് കോൺസ്റ്റന്റ്? അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് K ഡാഷ്. അതായത് ഇതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിക്കേ എന്താണ് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. എന്താ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എന്താടാ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് അല്ലേ? എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ്. എന്താണ്? ബൈ ഓൾ ഫോഴ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലേ? എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ്. ഇതാണ് എന്ത്? അതാണ് വർക്ക് എനർജി തിയറം. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാലോ? സിമ്പിൾ ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കിയാടാ? സിമ്പിൾ ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മീൻസ് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? എന്നാ പറഞ്ഞോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ഫൈനലായ കാരണം മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ അല്ലെ? ഇനീഷ്യലായ കാരണം പ്രശ്നമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം. ഹാഫ് എമ്മിനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് ബാക്കി എഴുതാം. എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതി പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് 2as. എന്ത് കട്ടായി മക്കളെ? ആരാണ് ഈ എം എ എന്ന് പറയുന്നത്? എം എ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആരാണ് ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്? അവൻ വർക്കല്ലേ? നമുക്ക് കിട്ടി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. സോ ദിസ് ഈസ് ഹൗ വി പ്രൂവ് സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ ആസ് പ്രൂവ് ഫോർ ദി അതായത് എന്ത് വർക്ക് എനർജി തിയറം. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിയടാ നെക്സ്റ്റ് ചോദിച്ചേ. state whether the potential energy in the following case increase or decrease. നോക്കാം, spring is stretched, spring is compressed. റെഡി അല്ലേ? നോക്കിയേ എന്താ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. റെഡി അല്ലേ? അതായത് സ്പ്രിങ്ങിന്റെ 3 കേസ് വേണമെങ്കിൽ പറയാൻ. നോക്കിയേ, ഇത് ഇതിന്റെ നോർമൽ കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. നോക്കിയേ, ഇതിന്റെ എന്താണ്? നോർമൽ കണ്ടീഷനാണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. റെഡി അല്ലേ? അതായത് ഇവിടെ എന്താണ്? ലെങ്ത് 0 ആണ്. റെഡി. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കേസ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? കംപ്രസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഇവിടെ കംപ്രസ് ചെയ്ത് എത്ര ലെങ്ത്? എക്സ് എന്ന് പറഞ്ഞ ലെങ്ത്. സോ ദാറ്റ് ഈസ് ഇവിടെ എന്ത് ചെയ്ത്? പൊട്ടൻഷ്യൽ എനർജി കൂടി അല്ലേ? പൊട്ടൻഷ്യൽ എനർജി കൂടി. ഇവിടുത്തെ കേസ് എന്താ? പൊട്ടൻഷ്യൽ എനർജി 0, കാരണം സ്ട്രെയിൻ ഇല്ല. റെഡി അല്ലേ? മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? മൂന്നാമത്തെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്താ സംഭവം? ഇവിടെ മാസ് വന്നില്ല. ഇപ്പോൾ ഇവിടെ എന്തായി? ഒരു എക്സ് എന്ന് പറഞ്ഞ ലെങ്ത് കൂടി. ഇവിടെയും എന്താ സംഭവിച്ചത്? പൊട്ടൻഷ്യൽ എനർജി കൂടി അല്ലേ? ബോത്ത് കേസസിൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി കൂടും. റെഡി അല്ലേ? അപ്പോൾ നോക്കിയടാ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ദാറ്റ് ഈസ് സ്പ്രിങ്ങിൽ 2 കേസ്
കേസിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ്, ഇവിടെയും എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിയേ, ദാറ്റ് ഈസ് ഗിവ് വൺ എക്സാമ്പിൾ ഫോർ SHM. വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലേ SHM എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലേ? അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഈ കണ്ടീഷനിൽ വരുന്നതാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. റെഡി അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കേസാണ് സാധാരണ പഠിക്കേണ്ടത് അല്ലേ? എന്താണ് രണ്ട് കേസ്? ഒന്നാണ് എന്ത്? ലോഡഡ് സ്പ്രിങ്. എന്താ? ലോഡഡ് സ്പ്രിങ്ങിന്റെ മോഷൻ അല്ലേ? മോഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്. അതേപോലെ തന്നെ പഠിക്കേണ്ടതാണ് എന്ത്? സിമ്പിൾ പെൻഡുലം. എന്താ? സിമ്പിൾ പെൻഡുലം. റെഡി അല്ലേ? ഈസി അല്ലേ? നമ്മളോട് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എന്ത് ചോദിച്ചേ? ഡിറൈവ് ഇക്വേഷൻ ഫോർ ദി കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിളാണ്. നമുക്ക് എന്തറിയണം മക്കളെ? നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയണം. എന്തറിയണം? വെലോസിറ്റിയുടെ ഇക്വേഷൻ. എന്താ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ വെലോസിറ്റിയുടെ ഇക്വേഷൻ? വെലോസിറ്റി V is equal to omega into root of a square minus x square. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? V square is equal to omega square into a square minus x square. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് mv സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ഹാഫ് m രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഹാഫ് mv സ്ക്വയർ is equal to ഹാഫ് ഇൻറ്റു m omega square into a square minus x square. റെഡി അല്ലേ? ആരാ ഈ m omega square? അതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെനെ പറയണതാണ് എന്ത്? m omega square. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം കൈനറ്റിക് എനർജി. എന്താണ്? കൈനറ്റിക് എനർജി is equal to ഹാഫ്. ഇതിന് പകരം എന്താ എഴുതാം? k എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഹാഫ് k ഇൻറ്റു a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ ഡെറിവേഷൻ. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി is equal to ഹാഫ് k ഇൻറ്റു എക്സ് സ്ക്വയർ. സെയിം ഇക്വേഷൻ ആണ്. റെഡി അല്ലേ? ഡെറിവേഷൻ സിമ്പിൾ ആണ് അല്ലേ? എന്താണ്? ഡെറിവേഷൻ സിമ്പിൾ ആണ്. നോക്കിയടാ 25ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, on what factor does the speed of the sound in a medium depends? അല്ലെ? ഒരു മീഡിയത്തിൽ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നോക്കിയേ, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് ഡെൻസിറ്റി, ഇലാസ്റ്റിസിറ്റി, ടെമ്പറേച്ചർ ഓഫ് ദി മീഡിയം, ഇതിനൊക്കെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. നോക്കിയേ, ക്ലോസ്ഡ് പൈപ്പിൽ 1:3:5 അല്ലേ? ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്ട്രെച്ചഡ് സ്ട്രിങ്, ഇതിൽ ഏതെങ്കിലും ഒരു കേസ് എപ്പോഴും എന്താണ് നമ്മളോട് ചോദിക്കണം? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ? നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് എത്ര വേവ് ലെങ്ത് ഉണ്ട്. ഇത് നമുക്ക് λ/4 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിൽ എത്ര വരും? നെക്സ്റ്റിൽ നമ്മളൊരു ട്രിക്ക് ഉണ്ടല്ലേ? ഫസ്റ്റത്തെ കിട്ടിയാൽ നോക്കിയേ, ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, നോക്കിയേ, തേർഡ് മോഡ് അല്ലേ? ഇതൊരു ട്രിക്കാണ്. ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. അങ്ങനെയാണെങ്കിൽ ഓരോ മോഡിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു λ/2 ഗ്യാപ്പാണ് ഉണ്ടാവുക. എന്താണ്? λ/2 ഗ്യാപ്പ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ λ/4 എന്ന് പറഞ്ഞാൽ അടുത്തതിൽ എന്താവും? അടുത്തതിൽ 3 λ/4 ആയിരിക്കും. എന്താണ്? ഒരു ഹാഫ് ആഡ് ചെയ്താൽ എന്തായിരിക്കും? 3 λ/4. ഇവിടെ എന്ത് വരും? ഇവിടെ 5 λ/4 വരും. റെഡി അല്ലേ? ഇനി ഇവിടെ റീഅറേഞ്ച് ചെയ്യുക അല്ലേ? അതായത് ദാറ്റ് ഈസ് ലെങ്ത് ഈസ് ഈക്വൽ ടു λ/4. പിന്നെ എങ്ങനെയാണെങ്കിൽ λ ഈസ് ഈക്വൽ ടു എന്താ? 4l. ഇവിടെ എന്താ? λ ഈസ് ഈക്വൽ ടു 4l/3. ഇവിടെ എന്താ? 4l/5. പിന്നെ ഇക്വേഷൻ ഉണ്ട് നമുക്കറിയാം. വെലോസിറ്റി ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്താ? വേവ് ലെങ്ത്തിന് താഴെ കൊടുക്കുന്ന പോലെ മതി. ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ വേവ് ലെങ്ത്. റെഡി അല്ലേ? നമ്മൾ ഇനി എഴുതേണ്ടത് എന്താ? ന്യൂ ഈസ് ഈക്വൽ ടു എന്താ? ന്യൂ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ എന്തോ എഴുതുക? വേവ് ലെങ്ത് എഴുതുക. റെഡി അല്ലേ? അങ്ങനെ എഴുതിയാൽ നമുക്ക് മനസ്സിലാവും എന്താ? ഫ്രീക്വൻസി റേഷ്യോ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് 1:3:5. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താ അറിയോ? അതായത് ഇത് ഏത് കേസാണ്? അത് ഏത് കേസാ? ഏതാ? ക്ലോസ്ഡ് പൈപ്പ് അല്ലേ? എന്താണ്? ക്ലോസ്ഡ് പൈപ്പ്. അപ്പോൾ നമുക്കറിയാം ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ എന്താടാ? ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഓപ്പൺ പൈപ്പിൽ എന്താണ്? ഓൾ ഹാർമോണിക്സ് പ്രസന്റ്. എന്താടാ? ഓൾ ഹാർമോണിക്സ് ആർ പ്രസന്റ്. പക്ഷേ എന്താണ്? ക്ലോസ്ഡ് പൈപ്പിൽ നോക്കിയടാ, ക്ലോസ്ഡ് പൈപ്പിൽ എന്താ പ്രത്യേകത? ഓൺലി ഏത് മാത്രമല്ലോ? ഓഡ് ഹാർമോണിക്സ്. എന്താടാ? ഓഡ് ഹാർമോണിക്സ്. സോ നമുക്ക് വരുന്ന ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ് എന്ത്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഏതാ പ്രിഫേർഡ്? പ്രിഫേർഡ് ഇൻ ദി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. എന്നാണ്? പ്രിഫേർഡ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. റെഡി അല്ലേ? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്ത്? വൈ ഓപ്പൺ പൈപ്പ് ഈസ് പ്രിഫേർഡ് ഓവർ ദി ക്ലോസ്ഡ് പൈപ്പ് ഫോർ ദി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. സിമ്പിൾ അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി അല്ലേ? നോക്കിയടാ, എന്താ 26 ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u അറ്റ് ആൻ ആംഗിൾ തീറ്റ അല്ലേ? അപ്പോൾ അറ്റ് ആൻ ആംഗിൾ തീറ്റയിൽ പ്രൊജക്ട് ചെയ്യണത് എന്താ? അത് പ്രൊജക്ടൈൽ മോഷൻ അല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. എന്ത്? പ്രൊജക്ടൈൽ മോഷൻ അല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഉണ്ട്, ഒബ്ലീക്ക് പ്രൊജക്ഷൻ. നമുക്ക് മോസ്റ്റ്ലി ചോദിക്കാറ് ഏതാടാ? ഒബ്ലീക്ക് പ്രൊജക്ഷൻ
പ്രൊജക്ഷനിൽ എന്തൊക്കെ പഠിക്കേണ്ടത്? അതായത് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ അല്ലേ, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷനും ഡെറിവേഷനും, അതുപോലെ തന്നെ ഡെറിവേഷൻ ഇക്വേഷൻ പഠിക്കേണ്ട ഇതിന്റെയൊക്കെ ഹൊറിസോണ്ടൽ റേഞ്ചും, അതായത് ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ ആണ്. അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം മക്കളെ? അതായത് പ്രൊജക്റ്റൈൽ മോഷൻ ഒരു 2 ഡൈമെൻഷണൽ മോഷൻ ആണെങ്കിലും നമ്മൾ അതിന് എന്ത് ചെയ്യുക? 2 1 ഡൈമെൻഷണൽ മോഷൻ ആയി കൺസിഡർ ചെയ്യുക. ഒന്ന് വെർട്ടിക്കൽ ആക്സിസിനും ഒന്നാണ് എന്ത് ഹൊറിസോണ്ടൽ ആക്സിസിനും. സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ നോക്കാം. റെഡി അല്ലേ? നോക്കാം. ശ്രദ്ധിച്ചോ? നോക്കിയേ, ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി. ശ്രദ്ധിച്ചേ, അതിന് മുമ്പ് കുറച്ച് കൺസെപ്റ്റ്സ് പറഞ്ഞുതരാം. നോക്കിയേ, കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാൻ പോണേ. നോക്കിയേ, നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? പ്രൊജക്റ്റൈൽ മോഷൻ. എന്താണ്? പ്രൊജക്റ്റൈൽ മോഷൻ. റെഡി അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പ്രൊജക്റ്റൈൽ മോഷൻ ഒബ്വിയസ് ആണ്, എന്ത് ഒരു 2 ഡൈമെൻഷണൽ മോശനാണ്. റെഡി അല്ലേ? ഒരു പ്രൊജക്റ്റൈൽ മോഷന്റെ പാത്വേനെ എന്താ പറയുക? പ്രൊജക്റ്റൈലിന്റെ പാത്വേനാണ് ട്രജക്ടറി എന്ന് പറയും. എന്താ? പാരബോളിക് ട്രജക്ടറി. റെഡി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 2 1 ഡൈമെൻഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? 2 1 ഡൈമെൻഷണൽ. എന്താണ് 2 1 ഡൈമെൻഷൻ ഉദ്ദേശിച്ചത്? നോക്കിയടാ, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ? ഒന്ന് എക്സ് ആക്സിസിലുള്ള മോഷൻ, രണ്ടാണ് എന്ത് വൈ ആക്സിസിലുള്ള മോഷൻ അല്ലേ? എന്താണ്? ഒന്ന് എക്സ് ആക്സിസിലുള്ള മോഷൻ, രണ്ടാണ് എന്ത് വൈ ആക്സിസിലുള്ള മോഷൻ. എന്താണ് എക്സ് ആക്സിസിലുള്ള മോഷൻ? അതായത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? ഹൊറിസോണ്ടൽ. എന്താണ്? ഹൊറിസോണ്ടൽ. ഇനി വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് വെർട്ടിക്കൽ. റെഡി അല്ലേ മക്കളെ? അതാണ് എന്ത് വെർട്ടിക്കൽ. റെഡി. സിമ്പിൾ ആണ്. ഓക്കെ, നോക്കിയടാ, ശ്രദ്ധിച്ചേ. അതായത് ഹൊറിസോണ്ടലി നമുക്ക് എന്താന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി നമുക്ക് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. എന്താണ്? ഹൊറിസോണ്ടലി നമുക്ക് എന്തില്ല? ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി എന്താണോ അത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ. നോക്കിയടാ, ഇനീഷ്യൽ വെലോസിറ്റി എന്താണോ അത് കോൺസ്റ്റന്റ് ആവും. അതിന് കാരണം എന്താ? ആക്സിലറേഷൻ ദി ഹൊറിസോണ്ടൽ ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ എന്താ അവസ്ഥ? വെർട്ടിക്കൽ നമുക്കറിയാം ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ആണ് എന്ത്? -g. എന്താണ് ആക്സിലറേഷൻ? -g. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ആക്സിലറേഷൻ -g ആണെങ്കിൽ നമുക്ക് പറയാം uy എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിൾ ആണ് അല്ലെ? uy എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ? നമുക്ക് നോക്കാം. അതായത് ജസ്റ്റ് ഞാൻ ഒരു ബേസിക്സ് പറഞ്ഞുതരാണ്. ഓക്കെ, ഒരു ഗ്രാഫ്, അതായത് ഗ്രാഫ് ഇതിന്റെ മോഷൻ, പ്രൊജക്റ്റൈൽ മോഷൻ കാണിക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് വരച്ചാണ്. ശ്രദ്ധിച്ചോ? അതായത് ഇവിടെ എന്താ സംഭവം? ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്യണില്ലേ? ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്ത് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u അറ്റ് ആൻ ആംഗിൾ തീറ്റ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ യു നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുവിടെ മക്കളെ. എങ്ങനെ? ഒന്ന് യു കോസ് തീറ്റ അല്ലേ? ഇത് യു കോസ് തീറ്റ, ഇതെന്താ? യു സൈൻ തീറ്റ. അപ്പൊ നമുക്ക് മനസ്സിലായി യു എക്സ് ആണെന്ത്? യു കോസ് തീറ്റ. യു വൈ ആണെന്ത്? യു സൈൻ തീറ്റ. നമുക്കറിയാം ഈ യു കോസ് തീറ്റ എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? ഉറപ്പല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് യു cos theta is equal to constant എന്ന് പറയാൻ കാരണം? ബിക്കോസ് എക്സ് ആക്സിസിൽ എന്താണ്? ആക്സിലറേഷന്റെ വാല്യൂ 0 ആണ്. റെഡി അല്ലേ? ഇതെന്തുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറയാൻ കാരണം? ബിക്കോസ് വൈ ആക്സിസിൽ എന്താണ്? ആക്സിലറേഷൻ ഒരു വാല്യൂ ഉണ്ട്. അതാണ് എന്ത്? -g. എന്താണ്? -g. അപ്പോൾ നോക്കിയടാ, ഇവിടെ ഒരു ഡയറക്ഷൻ ഓഫ് മോഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കിയേ, ഈ ബോഡി എന്താണ്? ഈ പോയിന്റിൽ വന്നിട്ട് പ്രൊജക്റ്റ് ചെയ്യും. റെഡി അല്ലേ? ഇതാണ് എന്ത്? പ്രൊജക്റ്റൈൽ മോഷന്റെ ട്രജക്റ്റൈൽ പാത്വേ. റെഡി. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഈ പോയിന്റാണ് മാക്സിമം ഹൈറ്റ്. എന്താടാ? ഈ പോയിന്റാണ് മാക്സിമം ഹൈറ്റ്, HM എന്ന് ഞാൻ എഴുതി. റെഡി അല്ലേ? ഞാനിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ പാത്വേ, രണ്ടാണ് എന്ത്? ഡൗൺവേർഡ് പാത്വേ അല്ലേ? അപ്പോൾ ഈ പാത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ യു വൈ എന്ത് ചെയ്യും? കുറയും. എന്താണ്? യു വൈ ഡിക്രീസസ്. ഇവിടെ എന്താ? യു വൈ ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് മാക്സിമത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടീഷൻ, ഹൈറ്റ് മാക്സിമത്തിൽ യു വൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എന്താണ്? യു വൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ എന്താവും? യു വൈ ഈസ് ഈക്വൽ ടു 0. ഇനി യു എക്സ് എന്താ? യു എക്സ് മാറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യു എക്സ് ഇവിടെ എന്താ? യു കോസ് തീറ്റ. എന്താടാ? യു കോസ് തീറ്റ. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഫൈനൽ പോയിന്റിൽ എങ്ങനെ വെലോസിറ്റീസ് വരിക? നോക്കിയേ, ഇവിടെയാണ് ആംഗിൾ യു വരിക അല്ലേ? -u വരും. ഈ -uവിന്റെ 2 കോമ്പണന്റ് ഇങ്ങനെ വരും. റെഡി. -uവിന്റെ 2 കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഇത് യു കോസ് തീറ്റ തന്നെ മാറ്റില്ല. ഇതെന്താ? -u സൈൻ തീറ്റ എന്ന് വരും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ബേസിക്സ്. നമ്മളോട് ഇനി ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയേ, ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി. റെഡി അല്ലേ? ഹൊറിസോണ്ടലി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? നമുക്ക് വരച്ച് കാണിക്കാം. ഹൊറിസോണ്ടലി കോൺസ്റ്റന്റ് ആണ്. ഇനി വെർട്ടിക്കലി എന്താ? വെർട്ടിക്കലി വേരിയബിൾ ആണ് അല്ലേ? വേരിയബിൾ ആണ്. റെഡി. നെക്സ്റ്റ് ഓക്കെ, ടേക്കിംഗ് ദി വെർട്ടിക്കൽ കോമ്പണന്റ് അറൈവ് അറ്റ് എക്സ്പ്രഷൻ ഫോർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കണ്ടെത്തുക? നോക്കിയേ, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു
2 times the time taken to achieve the maximum height. റെഡി അല്ലേ? നോക്കിയടാ, നോക്കിയേ എന്താ ടൈം ഓഫ്, നോക്കിയേ എന്താ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ടൈം ഓഫ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാലോ. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അങ്ങനെയാണെങ്കിൽ ടൈം എന്താടാ? ടൈം ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ താഴെ കൊണ്ട് ടൈമിന് മുകളിൽ കൊണ്ട്, ദാറ്റ് ഈസ് വി മൈനസ് യു ബൈ എ. നമ്മൾ ഇതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താ? ടൈം ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. ഓക്കെ, റെഡി? നോക്കാം എന്താണ് വി? ഫൈനൽ വെലോസിറ്റി. ഇത് ഏത് മോഷനെ ഇപ്പോൾ പറയണേ? മാക്സിമം ഹൈറ്റിലെ മക്കളെ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതായത് ഈ പോയിന്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട്, അതായത് ഈ പോയിന്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് എവിടെ എത്തുക? മാക്സിമം ഒരു ഹൈറ്റിൽ എത്തുക അല്ലേ? ഇതാണ് ഹൈറ്റ് മാക്സിമം എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ? യു എക്സ് എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല. അതെന്താ? യു കോസ് തീറ്റ തന്നെയാണ് അല്ലേ? യു വൈ എന്താ? യു വൈ 0 ആയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെഡി അല്ലേ? അതായത് ഇവിടെ യു ആണെങ്കിൽ ഇതെന്താണ്? യു വൈ അല്ലേ? ഇവിടെ എന്താ? യു എക്സ് യു കോസ് തീറ്റ. റെഡി? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ദാറ്റ് ഈസ് ഇവിടെ എന്താ? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് മോഷനാണ് മക്കളെ? നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനാണ്. വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ്? വൈ ആക്സിസ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, വി മൈനസ് യു ബൈ എ. വി എന്താ? വി എന്താടാ? 0 അല്ലേ? വി വൈ അല്ലേ? വി വൈ മൈനസ് യു വൈ ബൈ എ വൈ എന്നാണ് എഴുതേണ്ടത് അല്ലേ? എന്താണ്? വി വൈ മൈനസ് യു വൈ മൈനസ് എ വൈ. ഡൗട്ടില്ലല്ലോ മക്കളെ? നമ്മളിവിടെ എഴുതേണ്ടത് ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു വി വൈ മൈനസ് യു വൈ ബൈ എ വൈ. നമുക്കിത് എന്ത് ചെയ്താൽ മതി? എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് വി വൈ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 മൈനസ് യു വൈ എന്താ? യു സൈൻ തീറ്റ ബൈ എ എന്താടാ? മൈനസ് ജി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യാം. സോ ടൈം ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. എന്താ ടൈം എന്ന് പറഞ്ഞാൽ? മാക്സിമം ഹൈറ്റിലെത്താനുള്ളത്. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 times time to reach the maximum height. So we have obtained the equation that is equal to 2f is equal to 2 into നമ്മൾ എന്ത് എഴുതണം? യു സൈൻ തീറ്റ ബൈ ജി. അപ്പം കിട്ടിയില്ല, ഇക്വേഷൻ കിട്ടിയില്ല. എന്താ ഇക്വേഷൻ? ദാറ്റ് ഈസ് ടി എഫ് ഇസ് ഈക്വൽ ടു, പറഞ്ഞോ, ടി എഫ് ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിയടാ, നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ചോദിച്ചു നോക്കിയേ, വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞടാ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞേ. എന്താ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ അല്ലേ? മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ എന്താ? മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വി വൈ എന്ന് പറയുന്നത് 0 ആണ്. വി എക്സ് എന്ന് പറയുന്നത് എന്താ? അത് യു കോസ് തീറ്റ, അതിന് മാറ്റമില്ല അല്ലേ? ഇതെന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. റെഡി അല്ലേ? സോ നമുക്ക് ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ്. എന്താണ് കൈനറ്റിക് എനർജി അറ്റ് എവിടെയാണ്? മാക്സിമം ഹൈറ്റ്. റെഡി അല്ലേ? അറ്റ് മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന് പകരം എന്ത് എഴുതാ? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. റെഡി അല്ലേ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ? നോക്കിയതാണ് അതിൻ്റെ സൊല്യൂഷൻ. നോക്കി, ഈ ഗ്രാഫ് നമ്മൾ പറഞ്ഞില്ല. നോക്കിയാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? നോക്കിയേ, ദാറ്റ് ഈസ് എന്താണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? യു കോസ് തീറ്റ. ഇനി നോക്കിയേ, ദാറ്റ് ഈസ് ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയേ, ഇതാണെന്ത്? മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ എന്താ? വി വൈ ഈക്വൽ ടു 0. ഇനി ഇവിടെ വരുമ്പോൾ എന്താ? വി വൈ കുറയുക. ഇവിടെ എത്തുമ്പോൾ എന്താ? വി വൈ കൂടുക. ഏത് ആക്സിസിലാണ്? ഇത് നെഗറ്റീവ് ആക്സിസിലും ഇതെന്താണ്? പോസിറ്റീവ് ആക്സിസിലും. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? 27th ക്വസ്റ്റ്യൻ. വെഹിക്കിൾ ഓഫ് മാസ് എം ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി എലോങ് എ ബാങ്ക്ഡ് റോഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷൻ എന്ത്? ബാങ്ക്ഡ് റോഡ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, ഡ്രോ ദി വെക്ടർ ഡയഗ്രാം ഓഫ് ഓൾ പോസിബിൾ ഫോഴ്സസ്. നെക്സ്റ്റ് എന്താ? ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ഇനി ലാസ്റ്റ് വെച്ചിട്ട് ഒരു ലെവൽ റോഡിൽ 80 km/h പോവാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പോസിബിൾ സ്പീഡ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാവുന്നത് കാറ് സ്കിഡ് ആവും അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? കാർ സ്കിഡ് ആവും ഇല്ലേന്ന്. എപ്പോഴാണ് കാർ സ്കിഡ് ആവുകടാ? കാർ സ്കിഡ് ആവും. അതായത് സ്കിഡ് ആവും എന്ന് വെച്ചാൽ യെസ് സ്കിഡ് ആവും. എപ്പോൾ? നമ്മുടെ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി മാക്സിമം പോസിബിൾ അല്ലെങ്കിൽ മാക്സിമം സേഫ് സ്പീഡ് അല്ലേ? അവിടെ സ്കിഡിങ് ഉണ്ടാവില്ല. എപ്പോൾ? നമ്മുടെ വെലോസിറ്റി ലെസ് ദാൻ ദി മാക്സിമം സേഫ് വെലോസിറ്റി. റെഡി അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? നമുക്ക് പറയാം സ്കിഡിങ് ഉണ്ടാവും. ഈ കണ്ടീഷൻ ആണെങ്കിൽ എന്തുണ്ടാവില്ല? സ്കിഡിങ് ഉണ്ടാവില്ല. നോക്കാം. സിമ്പിളാടാ. നോക്കിയേ.
അതായത് ഈ കേസ് എന്താ, ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു വെഹിക്കിൾ അല്ലേ, ഇവിടെ ഒരു വെഹിക്കിൾ ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ, നമുക്ക് അറിയുന്ന ബേസിക്സ് ആണ് നമ്മൾ അവിടെ ആദ്യം പറയേണ്ടത് അല്ലേ. എന്താ ബേസിക്സ് നമുക്കറിയാം. എപ്പോഴും നോർമൽ റിയാക്ഷൻ എങ്ങോട്ട് ഉണ്ടാവുക, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. എന്നാൽ വെയിറ്റ് എങ്ങോട്ട് ഉണ്ടാവുക, വെയിറ്റ് വിൽ ബി വെർട്ടിക്കലി ഡൗൺവേർഡ്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ എങ്ങോട്ടാണ് മാർക്ക് ചെയ്തല്ലേ, ഇങ്ങോട്ട്. എന്തുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ താഴോട്ട്? ബിക്കോസ് ദ ടെൻഡൻസി ഓഫ് സ്കിഡിങ് അല്ലേ, ടെൻഡൻസി ഓഫ് സ്കിഡിങ്. റെഡി അല്ലേ? ടെൻഡൻസി ഓഫ് സ്കിഡിങ് എന്ന് പറഞ്ഞത് ഏത് ഭാഗത്തേക്കാ, ടെൻഡൻസി ഓഫ് സ്കിഡിങ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഉള്ളിലോട്ട് പിടിക്കുന്നത്. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണത്, റിസോൾവ് ചെയ്യണം അല്ലേ. ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട്, ഇവിടെ ആംഗിൾ തീറ്റ. നമ്മൾ എന്ത് ചെയ്യണം, എന്നിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ എൻ കോസ് തീറ്റ, എൻ സൈൻ തീറ്റ. ഇനി എഫ് എസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തീറ്റയുടെ അടുത്ത് എഫ് എസ് കോസ് തീറ്റ. ഇതെന്താ, എഫ് എസ് സൈൻ തീറ്റ. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, വെർട്ടിക്കലി ഉള്ളതും ഹൊറിസോണ്ടലി ഉള്ള കോമ്പണൻസിന് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്ത് എഴുതുക. ഇത് എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ. ഇത് ഏത് കേസാ, അത് ഏത് കേസാ, ഇത് വെർട്ടിക്കലി. ഇതെന്താടാ, വെർട്ടിക്കലി. റെഡി അല്ലേ? റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇതെന്താ, എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. നോക്കിയേ, ഈ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഈ കമ്പൈൻഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇതാണ് നമുക്ക് എന്ത് തരുന്നത്, നെസസറി സെൻട്രിപീറ്റൽ ഫോഴ്സ്. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, ദാറ്റ് ഈസ് എം വി സ്ക്വയർ ബൈ ആർ. ദാറ്റ് ഈസ് എം വി സ്ക്വയർ ബൈ ആർ. സോ നമുക്ക് പറയാം, necessary centripetal force is supplied by n sin theta and fs cos theta. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം, എന്താ, that is നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, that is ഈ എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, that is mu s into n. എന്താ mu s എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് എന്താണ്, കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താ കോയിഫിഷ്യന്റ് ഓഫ്, എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റെഡി അല്ലേ? റെഡി അല്ലേ? സിമ്പിൾ അല്ലടാ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. റെഡി, സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റിനും സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി മാക്സിൻ്റെ ഇക്വേഷൻ, വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് കിട്ടും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നോക്കി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട്, അതായത് സേഫ് ഡ്രൈവിംഗ് വേണമെങ്കിൽ, അതായത് സ്കിഡ് ആവാതിരിക്കണമെങ്കിൽ വെലോസിറ്റി മസ്റ്റ് ബി ലെസ് ദാൻ റൂട്ട് ഓഫ് മ്യൂ ആർ ജി. റെഡി അല്ലേ? അതായത് നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻ ഡിറൈവ് ചെയ്യണം. നോക്കിയേ, ഇവിടെ നമ്മൾ വെലോസിറ്റി കണ്ടെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി മാക്സിമം സേഫ് സ്പീഡ് എത്രയാണ്, 2.8 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഇപ്പോഴത്തെ സ്പീഡ് എന്താ, അതായത് 80 കിലോമീറ്റർ പെർ ഹവർ. അതായത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യേണ്ടത്, ഇൻറ്റു എന്താണ് 5/18 ചെയ്യുക. എന്താണ് 5/18 ചെയ്യുക. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് 18 ഇൻറ്റു 5/18 ചെയ്താൽ മതി. റെഡി അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ, സിമ്പിൾ അല്ലേ? ഓക്കെ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ മനസ്സിലായി എന്താ, ഇവിടെ നമുക്ക് സേഫ് സ്പീഡ് 2.8 ആണ്, നമുക്കുള്ള സ്പീഡ് 22.22 ആണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ടാവും, സ്കിഡിങ് ഉണ്ടാവും, ഉറപ്പായിട്ട് എന്തുണ്ടാവും. സോ ഇറ്റ് വിൽ സ്കിഡ്. റെഡി അല്ലേ? ഇന്ന് കുറച്ച് ബേസിക്സ് പറഞ്ഞത്. അതായത് നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ എന്താടാ, മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ, വി മാക്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ആർ ജി ഇൻറ്റു എന്താ പറഞ്ഞോ, ദാറ്റ് ഈസ് മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ. എന്താണ് മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. എന്താണ് 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഞാനിത് രണ്ട് കണ്ടീഷൻ പഠിപ്പിക്കാൻ പോകണം. എന്താണ് രണ്ട് കണ്ടീഷൻ, എന്താ ഒന്നാമത്തെ കണ്ടീഷൻ നോ ഫ്രിക്ഷൻ. എന്താടാ ഒന്നാമത്തെ കണ്ടീഷൻ, എന്താ നോ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ മ്യൂ എസ് എന്തായി മാറും, 0 ആയി മാറും. ഇവിടെ മ്യൂ എസ് 0, ഇവിടെ എന്താ മ്യൂ എസ് 0. അപ്പോൾ എന്താ വി മാക്സിൻ്റെ ഇക്വേഷൻ എന്താ വരും മക്കളെ, ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവില്ലേ, റൂട്ട് ഓഫ് മ്യൂ എസ് മനസ്സിലായി പോയാൽ എന്ത് വരും, റൂട്ട് ഓഫ് എന്ത് വരും, ആർ ജി ടാൻ തീറ്റ അല്ലെ. എന്താണ് ആർ ജി ടാൻ തീറ്റ. ഡൗട്ട് ഇല്ലല്ലോ മക്കളെ, സിമ്പിൾ അല്ലേ മക്കളെ. നെക്സ്റ്റ് കേസാണ് എന്ത്, ദാറ്റ് ഈസ് ലെവൽ റോഡ്. എന്താണ് നെക്സ്റ്റ് കേസ്, എന്താ ലെവൽ റോഡ്. എന്താ ലെവൽ റോഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഇല്ല, തീറ്റ 0 എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ തീറ്റയുടെ കാര്യം എന്താടാ, ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ, ടാൻ 0 എന്താടാ 0 ആണ്. സോ നമുക്ക് പറയാം എന്താ, ഇവിടെ 0 വരും, ഇവിടെയും 0 വരും. അപ്പം നമുക്ക് മനസ്സിലായി എന്താ, അവിടെ വി മാക്സിൻ്റെ ഇക്വേഷൻ എന്താ വരിക, വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. എന്നാണ് റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. നോക്കിയാൽ രണ്ട് കണ്ടീഷൻ കിട്ടിയില്ലേ, ലെവൽ റോഡ് ആണെങ്കിൽ മ്യൂ എസ് ആർ ജി, വി മാക്സ് എന്താ, അതായത് ഫ്രിക്ഷൻ അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ 28th ക്വസ്റ്റ്യൻ. എന്താ 28th ക്വസ്റ്റ്യൻ നോക്കിയേ, ദ വാല്യൂ ഓഫ് ജി ഈസ്
സെയിം ഫോർ ഓൾ ഒബ്ജക്റ്റ് അറ്റ് എ ഗിവൺ സ്പേസ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം. നോക്കിയടാ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് G is equal to gm/r². എന്താടാ, gm/r². അതിന് എന്ത് കോൺസ്റ്റന്റ് ആണ്? ഈ gm എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ, എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് സേഫ് ആയിട്ട് പറഞ്ഞൂടെ, അതായത് G is inversely proportional to r². എന്താണ്, G is inversely proportional to r². റെഡി അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞോ, കണ്ടീഷൻ നോക്കിയേ. ഇത് എർത്ത് ആണെന്ന് വിചാരിക്കല്ലേ. എർത്തിന്റെ സെൻറ്ററിൽ നോക്കുമ്പോൾ ഇതാണ് എന്ത്, ഇതാണ് പോള്, ഇതാണ് എന്ത്, ഇത് ഇക്വേറ്റർ. റെഡി അല്ലേ. ഇക്വേറ്ററിലേക്കുള്ള ദൂരം ഞാൻ ആർ ഇക്വി എന്ന് വിളിച്ചു. റെഡി അല്ലേ. ഇതെന്താ, ഇത് ആർ പോൾ എന്ന് വിളിച്ചു. റെഡി അല്ലേ. നമുക്ക് മനസ്സിലായ കാര്യം എന്താ നോക്കിയേ. ഇക്വേഷൻ ഇങ്ങനെയുണ്ട്, ഇസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് ഇവിടെ എന്താ കണ്ടീഷൻ, ആർ ഇക്വിലേറ്റ്, അതായത് ആർ ഇക്വിറ്റോറിയൽ ഈസ് ഗ്രേറ്റർ ദാൻ എന്ത്, ആർ പോൾ. അതായത് അപ്പൊ ഈ റിലേഷൻ ഓപ്പോസിറ്റ് ആവണം എന്ത്, ജി. ഈ റിലേഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ജി പോൾ ഈസ് ഗ്രേറ്റർ ദാൻ എന്ത്, ജി ഇക്വേറ്റർ. കണ്ടീഷൻ മനസ്സിലായല്ലോ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് അല്ലേ. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റും ഉണ്ട്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തും നമുക്ക് പഠിക്കാനുണ്ട്. റെഡി അല്ലേ. നോക്കാം, സിമ്പിളാണ്. നോക്കിയേ, വേരിയേഷൻ ഓഫ് ജി, നോക്കിയേ വേരിയേഷൻ ഓഫ് ജി സിമ്പിൾ അല്ലേ. നോക്കിയേ, അറ്റ് സർഫസ് ഇക്വേഷൻ എന്താ, സർഫസ് ഇക്വേഷൻ ജി ഇസ് ഈക്വൽ gm/r². അറ്റ് ഹൈറ്റ് എന്താ, gh ഇസ് ഈക്വൽ ടു gm/r+h². അതെന്നെങ്ങനെ അങ്ങനെ വന്നത് നോക്കിയേ, ഇത്ര ഉള്ളൂ. അതായത് രണ്ടാമത്തെ കേസിൽ ഇവിടെയാണ് അറ്റ് ഹൈറ്റ് അല്ലേ. നോക്കിയേ, ഇവിടെ എച്ച് ഉണ്ട്, പിന്നെ നോക്കിയേ ഈ സർഫസിൽ നിന്ന് സെൻറ്ററിലോട്ടുള്ള ദൂരമാണ് എന്ത്, റേഡിയസ് 6. അപ്പോൾ നോക്കിയേ ടോട്ടൽ ലെങ്ത് ആക്ച്വലി സ്മോൾ ലെറ്റർ 6 ആണ് അല്ലേ. ഈ സ്മോൾ ലെറ്റർ 6 എന്ന് പറഞ്ഞാൽ എന്താ, ഈ റേഡിയസ് 6ഉം പിന്നെ ഒരു ഹൈറ്റും. റെഡി അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മളിവിടെ എന്താ ചെയ്ത്, ഈ r² പുറത്തേക്ക് എടുത്ത് അല്ലേ. അപ്പോൾ ഈ gm/r² ആരായി, സ്മോൾ ലെറ്റർ ജി ആയി. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ബൈനോമിയൽ എക്സ്പാൻഷൻ. എന്താണ്, ബൈനോമിയൽ എക്സ്പാൻഷൻ തിയറം നമ്മൾ യൂസ് ചെയ്യാണ്. അതായത് നമ്മൾ വാട്ട് ആർ വി യൂസിങ്, വി ആർ യൂസിങ് ദി ബൈനോമിയൽ എക്സ്പാൻഷൻ. ബൈനോമിയൽ എക്സ്പാൻഷൻ, അക്കോർഡിംഗ് ടു ദി ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് അതായത് ഇതൊരിക്കലും എന്താ പ്രോപ്പർ ഇക്വേഷൻ, നമ്മളെ അപ്രോക്സിമേഷൻ ഇക്വേഷൻ ആണ്. അതായത് ഹൈറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ റേഡിയസ്. ഈ കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റെഡി. നെക്സ്റ്റ് നോക്കിയടാ, ഇതിലേത് ആണ് പോസിബിൾ ഗ്രാഫ് ഓഫ് ദ വേരിയേഷൻ ഓഫ് ജി എന്നാണ് ചോദിച്ചത്. അതായത് ഇതാണ് പോസിബിൾ ഗ്രാഫ്, അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് ഗ്രാഫ്. നോക്കിയേ, ഇതാണെന്ത്, സർഫസ്, ഇതാണെന്ത്, സർഫസ് വരെ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. അതെങ്ങനെ കൂടുക, പ്രൊപ്പോർഷണലി കൂടും. പിന്നെന്താ, ഇൻവേഴ്സ് ആയിട്ട് കുറയും. ഇവിടെ എന്താ, ജി കുറയും. അപ്പോൾ നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. റെഡി അല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പിന്നെന്താണ്, അതായത് ലിക്വിഡ് റൈസ് ആവുകയാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണ് നമുക്കറിയില്ലേ. ഡിപ്രഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഒബ്റ്റ്യൂസ് ആയിരിക്കും. പിന്നെന്താ, റൈസ് ഓഫ് ലിക്വിഡിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. റെഡി അല്ലേ. വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് മക്കളെ. ഈ ഡയഗ്രത്തിൽ തന്നെ വളരെ ക്ലിയർ ആണ്. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് അറ്റ് ദ സർഫസ് ടു ദി സോളിഡ് സർഫസ് അല്ലെ. ഇന്റർഫേസിന്റെയും ഇതിന്റെ ഇടയിലുള്ള ദ ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജന്റ് ടു ദി ലിക്വിഡ്, ദ പോയിന്റ് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. അതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പിന്നെ നമ്മൾ എന്താ ചോദിച്ചുള്ളത്, പിന്നെന്താണ്, ഡിപ്രഷൻ ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും മക്കളെ, ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും അല്ലേ. എന്താണ്, റൈസ് ആണെങ്കിൽ എന്താണ്, ആംഗിൾ അക്യൂട്ട് ആയിരിക്കും. റെഡി അല്ലേ. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90, ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രേറ്റർ ദാൻ 90. റെഡി അല്ലേ, സിമ്പിൾ ആണ്. നെക്സ്റ്റ് എക്സ്പ്രഷൻ കണ്ടെത്താൻ, എന്തിൻ്റെ എക്സ്പ്രഷനാ, ഹൈറ്റ് അല്ലേ. എന്താണ്, റൈസിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്താനാണ്. എന്ത് റൈസിൻ്റെ, അതായത് കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ. റെഡി അല്ലേ. നോക്കുക, എന്തെങ്കിലും എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കുക. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ. എന്താ ട്രയാങ്കിൾ നോക്കിയേ, ആ ഡയഗ്രത്തിൽ നോക്കിയാൽ എന്താ ട്രയാങ്കിൾ, ഇവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടെ 6 റേഡിയസ്, പിന്നെന്താണ് ഇവിടെ എ അല്ലേ. ഇവിടെ എന്താണ്, എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ മക്കളെ, കോസ് തീറ്റയുടെ വാല്യൂ എന്താ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെന്റ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ, ആറിൻ്റെ ഇക്വേഷൻ എന്താ, ആർ ഇസ് ഈക്വൽ ടു അല്ലേ, ആർ ഇസ് ഈക്വൽ ടു എന്താ, എ ബൈ കോസ് തീറ്റ. എന്താ, ആർ ഇസ് ഈക്വൽ ടു എന്താണ്, എ ബൈ കോസ് തീറ്റ. സിമ്പിൾ അല്ലേടാ, ആർ ഇസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ. നോക്കിയേ, ഫസ്റ്റത്തെ കേസ് നോക്കിയേ, നമുക്ക് ഈ ഇക്വേഷൻ അറിയാലോ. ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ, അത് ഇന്റർഫേസിൽ വരുമ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു 2s/r. ഈ ആറിന് നമ്മൾ ഇവിടെ കണ്ടെത്തിയ ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് മനസ്സിലായി എന്താ, പി ഐ മൈനസ് പി ഓ അല്ലെ, പി ഇൻസൈഡ് മൈനസ് പി ഔട്ട് സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2s cos തീറ്റ ബൈ എ എന്ന് വരും അല്ലേ. റെഡി അല്ലേ. അപ്പോൾ ഇത് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ച്, ഇതൊരു ഇക്വേഷൻ അല്ലേ, ഇക്വേഷൻ നമ്പർ 1 നമ്പർ ചെയ്തു. റെഡി അല്ലേ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ, പ്രഷർ അറ്റ് എ. പ്രഷർ അറ്റ് എ എന്ന് പറഞ്ഞാൽ പി ഐ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ, പി ഐനോടൊപ്പം എന്തുണ്ടാവും, ഒരു എച്ച് റോ ജി കൂടെ ഉണ്ടാവും. റെഡി അല്ലേ. നമുക്ക് മനസ്സിലായി
പി എ ഇസ് ഈക്വൽ ടു പി ബി ആണ്, അറ്റ് ദ സെയിം ലെവൽ. ഓക്കെ, പി എ എന്താണ്, പി ബിനോട് ഈക്വൽ ആണ്. പി എ എന്ന് പറഞ്ഞാൽ എന്താ, പി എ എന്ന് പറഞ്ഞാൽ പി എ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം, പി ഐ മാത്രം. പി ബി എന്ന് പറഞ്ഞാൽ എന്താ, പി ഒനോടൊപ്പം എന്ത്, എച്ച് റോ ജി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലായി എന്ത്, പി ഐ മൈനസ് പി ഒ ഇസ് ഈക്വൽ ടു എന്താ, എച്ച് റോ ജി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തൂടെ, ഏത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്യുക അല്ലേ, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ, അതായത് എച്ച് റോ ജി ഇസ് ഈക്വൽ ടു എന്താണ്, 2s cos theta by a. ഇതിൽ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ സിമ്പിൾ അല്ലേ, എച്ചിനെ എഴുതുക, ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു 2s cos theta by a rho g അല്ലെ, എന്താണ് a rho g. സോ ദിസ് ഈസ് ഹൗ വി കൺക്ലൂഡ് ദി എക്സ്പ്ലനേഷൻ. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ മക്കളെ? സോ നമ്മൾ +1 ഫിസിക്സിന്റെ മോഡൽ എക്സാം പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അതേ ഡെറിവേഷൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചുള്ളത്. അപ്പോൾ എപ്പോഴും ഇതേപോലെ സിമ്പിൾ പേപ്പർ ആണെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോസ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിൻസ്പയർ ലേണിങ്ങിനോടൊപ്പം നിൽക്കുക. താങ്ക് യു.